ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സങ്കടകരമായ കാര്യം പറയാം. പെട്ടെന്ന് നമുക്ക് നമ്മുടെ വഴിയിൽ പോകാം. അതായത് തമിഴ്നാട്ടിലെ ഭരണം മാറി, അവിടെ പുതിയൊരാൾ ഭരിക്കാൻ വരുന്നു. കേരളത്തിൻ്റെ ഭരണം മാറി, പുതിയൊരാൾ ഭരിക്കാൻ വരുന്നു. അതിനോടൊക്കെ അനുബന്ധിച്ച് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളുടെ പെന്തക്കോസ്ത് സമൂഹത്തിലെ പാസ്റ്റേഴ്സ്, അതുപോലെ വിശ്വാസികളും അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ ദുഃഖിതനായിട്ടാണ് ഞാൻ നിങ്ങളുടെ നടുവിലിരിക്കുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് വേറെ പ്രത്യേകിച്ച് നട്ടോ കാര്യങ്ങളൊന്നും ഇല്ലേ പോലും ഒരു വലിയ സമൂഹം, ആ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, സീനിയർ പാസ്റ്റേഴ്സ്, ജൂനിയർ പാസ്റ്റേഴ്സ്, മുതിർന്ന വിശ്വാസികൾ എന്നു വേണ്ട നമ്മൾ ഈ ആളുകളെയൊക്കെ അടുത്ത് പഠിക്കുമ്പോൾ അവർക്ക് ദൈവസന്നിധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവസന്നിധി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ പഴയ നിയമത്തിൽ അതിൻ്റെ നിഷ്കർഷം നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം മാറിപ്പോയിട്ടില്ല. നമുക്ക് സമയഭേദം കൂടാതെ ധൈര്യത്തോടെ കടന്നു ചെല്ലാനായിട്ട് കഴിയുന്നതിൻ്റെ പിന്നിലുള്ള ആ കാര്യം എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കവറിങ് നമുക്കുണ്ട്. ആ രക്തത്താലുള്ള ശുദ്ധീകരണം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ തേജോമയനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് ഇന്ന് കഴിയുന്നത്. പഴയ നിയമത്തിൽ ഒട്ടും ഈസി അല്ലെന്ന് നമുക്കറിയാം. നമ്മളതിൻ്റെ പഠിതാക്കളാണല്ലോ, നമ്മൾ ആ വിഷയം സ്റ്റഡി ചെയ്യുന്നവരാണ്. വലുവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സൂക്ഷ്മതയോടെ കടന്നു പോകേണ്ടതാണ്. അതുപോലെ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയല്ലേ. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പോൾ അത്രയും ഗൗരവതരമായ ദൈവവചനം വഴിയെ പോകുന്ന ആർക്കും അധരങ്ങളിൽ എടുക്കാൻ അനുവാദമില്ലെന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ പറയുന്ന പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ വചനം ആർക്കും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ട്. അതായത് സൗജന്യമായി ധാരാളം ബൈബിളുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കി ആളുകൾ വായിക്കില്ലേ, അപ്പോൾ ദൈവവചനം അധരത്തിലെടുക്കുന്നതിന് തുല്യമല്ലേ എന്നൊരു ചോദ്യമൊക്കെ വരാം. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ ജനം ഒത്തുകൂടിയിരിക്കുന്ന ഒരു ഇടത്ത് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അതിൻ്റെ മുൻനിരയിലുണ്ട്. അവര് ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ ജനത്തോട് സംസാരിക്കാൻ നിൽക്കുന്നവരാണല്ലോ. അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കുക എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ഇടത്തില് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കവറിങ് ഇല്ലാതെ, ആ രക്തത്താലുള്ള ശുദ്ധീകരണം ഇല്ലാതെ ഒരു വ്യക്തി കടന്നു വന്ന് അവരോട് ദൈവവചനം പറയാൻ അനുവാദമില്ല. ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സ്, ജൂനിയർ പാസ്റ്റേഴ്സ്, പണ്ഡിത ലോകം ഇവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല? രക്ഷാനിർണയം പ്രാപിക്കാതെ, രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമില്ലാത്ത വ്യക്തികൾ ദൈവജനത്തിൻ്റെ നടുവിൽ കടന്നു വന്ന് നിന്ന് ദൈവവചനത്തിൽ നിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾ കോൾമയിൽ കൊള്ളുകയാണ്. അങ്ങനെയുള്ള സംസാരങ്ങളുടെ വീഡിയോകൾ ആളുകൾ പ്രചരിപ്പിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അതിലൊരു ആനന്ദം കണ്ടെത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മുടെ എല്ലാ ഭവനങ്ങളിലെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടത്തിൽ അവരിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരും. പിന്നീട് അവർ സംസാരിക്കാൻ ശ്രമിക്കും. അത് നാച്ചുറലാണ്. ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ കാണുന്നു, അതൊരു സന്തോഷമാണ്. അതുപോലെയാണോ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ജനം ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത്, തൻ്റെ അഭിഷിക്തന്മാർ നിൽക്കുന്നിടത്ത് ഈ പറയപ്പെട്ട നിലയിൽ ക്രിസ്തുവിനെ ധരിക്കാത്ത ഒരു വ്യക്തിക്ക് അവിടെ കടന്നു വന്ന് നിന്ന് തൻ്റെ ജനത്തോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നമ്മൾ സമാഗമന കൂടാരം, യെരൂശലേം ദേവാലയമൊക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള മനുഷ്യരാണ്. അതിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്കോ അതിപരിശുദ്ധ സ്ഥലത്തേക്കോ ഒക്കെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ കടന്നു പോകണമെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടി അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. ആ വസ്ത്രം ധരിക്കാത്ത ആർക്കും അവിടെ കടന്നു വരാൻ പറ്റുമോ? പഴയ നിയമത്തിന്റെ രീതി അനുസരിച്ച് അങ്ങനെ വിശുദ്ധ വസ്ത്രാലങ്കാരമില്ലാതെ കടന്നു വരുന്ന വ്യക്തികളുടെ കാര്യം എന്താകുമെന്ന് നമുക്കറിയാം. അങ്ങനെ കടന്നു വരാൻ കഴിയില്ലെന്നുള്ളതാണ് വാസ്തവം. പുതിയ നിയമത്തിൽ നമ്മുടെ ശുശ്രൂഷകർക്ക് മനസ്സിലാകാത്ത കാര്യമാണ്.
പഴയ നിയമകാര്യത്തിൽ ഇങ്ങനെയാണ് നിഷ്കർഷയെങ്കിൽ പുതിയ നിയമകാര്യത്തിൽ അതിലും കടുപ്പമാണ് നിഷ്കർഷകൾ. പുതിയ നിയമ കാലഘട്ടത്തിൽ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അഥവാ കൃപാസനത്തെങ്കിലേക്ക് നമ്മൾ അടുത്തു വരണമെങ്കിൽ നാം ഈ പറയപ്പെട്ട നിലയിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി വരണം. അത് പല ആംഗിളിൽ നിന്നാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ ധരിക്കണം. അത്യുന്നതന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവം നമ്മെയല്ല കാണുന്നത്, ക്രിസ്തുവിലൂടെയാണ് നമ്മെ കാണുന്നത്. അവിടെയാണ് നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നാം നീതീകരിക്കപ്പെട്ടത്. അപ്പൊ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ അത്യുന്നതന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിന്ന് ദൈവത്തെ പുകഴ്ത്തുവാനോ മഹത്വപ്പെടുത്തുവാനോ തൻ്റെ വചനം അതരത്തിലൂടെ എടുക്കുവാനോ കഴിയൂ. അല്ലാത്ത ആർക്കും സാധ്യമല്ല. പക്ഷേ ഈ കാലഘട്ടത്തിലെ പെന്തക്കോസ്റ്റിലെ ശുശ്രൂഷകർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അവർ ഏത് രാഷ്ട്രീയക്കാർ വഴിയെ പോയാലും അവരെ വിളിച്ചു വരുത്തും. അവരെത്ര അത്യുന്നതരാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ അനുവാദമില്ലെന്നേ. അപ്പൊ അവരുടെ പദവിക്കനുസരിച്ച് അവരെ ബഹുമാനിക്കട്ടെ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ബഹുമാനിക്കണം, കൊള്ളാം. ബഹുമാനിച്ചില്ലെങ്കിൽ നാം വചനത്തെ മറികടക്കുന്നവരായി മാറിപ്പോവില്ലേ? അവരെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാം ബാധ്യസ്ഥപ്പെട്ടവരാണ്. പക്ഷേ വിശുദ്ധ തിരുവെഴുത്ത് അതരത്തിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് നമ്മൾ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നാം സേവിക്കുന്ന ദൈവം ആരെന്ന് ഈ കടന്നു വരുന്ന പൊളിറ്റീഷ്യന് മനസ്സിലാകുമോ? അവർ ചില ഇടങ്ങളിലൊക്കെ കടന്നുപോയി പൂവും കായും ഈ എണ്ണയൊക്കെ നേദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കല്ല ഈ വന്നിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ആത്മസ്വരൂപനായ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ദൈവം തേജോമയനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ. ഇങ്ങനെയൊക്കെയുള്ള വലിയവനും ഭയങ്കരനും മഹാനുമായ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഏത് കാലത്തും ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടാൻ പാടില്ല. ഈ കടന്നു വരുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊരു അറിവുമില്ല കേട്ടോ. സാധുക്കളാണ് അവര്. ഇതിനെക്കുറിച്ച് അറിവും ഗ്രാഹ്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശുശ്രൂഷകരാണ്. അവരിപ്പോ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുകയാണ്, ഒരു ബോധമില്ലാതെ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് തിരിച്ചറിവ് ലഭിക്കും. ആ തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലാത്തത്. തുടക്കത്തിൽ ഞാൻ ആ സങ്കടഹർജി നിങ്ങളുടെ മുമ്പാകെ വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ അധികപ്പറ്റാണോ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ, നിങ്ങൾ എൻ്റെ നേരെ ദേഷ്യപ്പെട്ടില്ലേ പോലും നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യത്തിൻ്റെ ഗൗരവമാണ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നത്. നാം സേവിക്കുന്ന ദൈവം അത്ര ഗഹനമായ വിഷയമാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ അവൻ്റെ ഇഷ്ടത്തിനൊത്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നു. അപ്പോൾ അതിൽ ഉള്ളിലൊരു സങ്കടമുണ്ട്. ദിശാബോധമില്ലാത്തൊരു സമൂഹമായിട്ടത് മാറിയല്ലോ. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്കരെ കുറിച്ചൊക്കെ പെന്തക്കോസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ബൈബിൾ കൈകൊണ്ട് തൊടാത്ത മനുഷ്യര്, ഒരു ബോധമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കുന്നു. ഓർത്തഡോക്സുകാർ, യാക്കോബായക്കാർ, ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം ഇന്ന് ഒരു കാര്യത്തെക്കുറിച്ചും ഗ്രാഹ്യമില്ലാതെ പോയിരിക്കുകയാണ്. ഇപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്ന ആൾക്ക് സ്വന്തമായ ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. അവരെ താൻ ഉപേക്ഷിച്ചിട്ട് അവരെ താൻ ഭാഗികമായി ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിൽ പോലും അവരൊരു സൈഡിലേക്ക് ആക്കി അവരെ മാറ്റിയിട്ട് മറ്റൊരു സിനിമാ നടിയുമായിട്ടുള്ള ഒരുമിച്ചുള്ള വാസത്തിന്റെ ഒരു സമയമാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ക്രിസ്ത്യൻ നാമധാരിയായ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ആളുകൾ പുകഴുകയാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി വന്നെന്നാ പറയുന്നത്. 2 കല്യാണം കഴിച്ചവനാണോ ക്രിസ്ത്യാനി? അതുപോലെ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയാണ് പുള്ളി കുമ്പിട്ട് കിടക്കുന്നത്. തൻ്റെ മാതാവ് ഒരു സായി ഭക്തനാണ്. അതായത് പുട്ടപർത്തിയിലെ ഷിർദി സായി അല്ല, മറ്റേ ഷിർദിയിലുള്ള സായി, അവിടുത്തെ ഭക്തയാണ് ആ പുള്ളിക്കാരി. അപ്പം മകൻ അവിടെ കൂടെ പോയി അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ക്രിസ്ത്യാനികളാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിത്വം, നമ്മുടെ ഈ പഠനങ്ങളൊക്കെ എന്തിനാ സഹോദരങ്ങളെ? ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വത്തെയല്ലേ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനൊരു മഹത്വം ഇല്ലാത്ത നിലയിലേക്ക് പോകല്ലേ. ആർക്കും എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോകാം. അങ്ങനെ ഒരു തോന്നിയതുപോലെയുള്ള ഒരു പരിപാടിയായിട്ട് ഇത് മാറുകയാണ്. തോന്നിയതുപോലെയുള്ള പരിപാടിയായിട്ട്.
അതിനിടയിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രോഫസികളൊക്കെ വന്നല്ലോ. ആ പ്രോഫസികളുമായി ബന്ധപ്പെട്ട് ഞാനതൊന്നും സംസാരിക്കാൻ ആഗ്രഹിച്ചല്ല. എന്നാൽ 4 സൈഡിൽ നിന്ന് ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഒത്തിരി പേർക്ക് ആ കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. അല്പം ഒന്ന് സംസാരിക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചില ദൈവദാസന്മാർ തന്നെ പറഞ്ഞു. ആ കാരണത്താൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞ ആഴ്ച ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പുതിയ നിയമ പ്രവചനം എന്താണ്, പഴയ നിയമ പ്രവചനം, ഇന്നലെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ ഇന്നലെ അത് തന്നെയാണ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞത്. ഇന്നലത്തെ മെസ്സേജിൽ പകുതി അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നെങ്കിലും ബാക്കി പകുതി, അത് പകുതിയല്ല പകുതിക്കധികമുള്ള കാര്യങ്ങൾ, ഈ പ്രവചിച്ച പ്രവാചകൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ സംസാരിച്ച കാര്യങ്ങൾ അനേകം പെന്തക്കോസ്തുകാരെ വീഴ്ത്താൻ പറ്റിയ കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി ശാന്തമായി സംസാരിക്കുന്ന ആ കാര്യങ്ങളെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഈ മനുഷ്യനെയാണോ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്ന് ഓർത്തു പോകും. അത്ര തന്മയത്വത്തോടു കൂടിയാണ് മറ്റൊരു പെന്തക്കോസ്തുകാരനും കൂടി ഇരുന്ന് ഇവർ സംസാരിക്കുന്നത്, കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില ദൈവദാസന്മാരാ പറഞ്ഞത്, പാസ്റ്ററെ ഇതൊന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ സാധാരണ ഇത് കേൾക്കാറില്ല അവരുടെ ഒന്നും. അപ്പം ഞാൻ കേട്ടു നോക്കി, സമയമെടുത്ത് കേട്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ അല്ല അവരെന്നോട് പറഞ്ഞത്. അതിനകത്തൊരു ഗൗരവമുണ്ട്, നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ആൾക്കാരെ ഉറപ്പിച്ച് നിർത്തണ്ടേ? അല്ലെ കയറൂരിയ പോലെ അവരവരുടെ ആളുകളുടെ പാട്ടിന് പോകും. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചു. ഓക്കെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ചില പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ആഴ്ചത്തെ ആ മെസ്സേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ പ്രസംഗിക്കുന്നത്, നമുക്ക് വേറെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ മേലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയം കളയണോ? അപ്പം നമ്മുടെ മെസ്സേജുകൾ കേൾക്കുന്ന ആളുകൾക്ക് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് പോകുമെന്നൊക്കെ പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങളുടെ ചിന്തയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ അനിവാര്യമല്ലായിരുന്നോ? നിങ്ങൾ പറഞ്ഞാൽ ഞാനതങ്ങ് ഏറ്റെടുക്കും കേട്ടോ. പ്രവചനം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ? എന്താ അതിന്റെ ഹെഡിങ് മറന്നുപോയല്ലോ. ജെയിംസ് കേട്ടായിരുന്നോ? ജെയിംസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജ് വളരെ ഗൗരവത്തിലെ ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഇരുത്തി ചിന്തിക്കണമല്ലോ. ഷിജു പാസ്റ്റോ, എബിയോ, നിങ്ങൾ ആരെങ്കിലും ആ മെസ്സേജോ കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ കണ്ടോ, അങ്ങനെ വല്ലതും കണ്ടോ? അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ഏതായാലും ആരും ഒന്നും പറയുന്നില്ല. അവിടെ ഞാനും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരികയായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കും പറയാമായിരുന്നു. എബി എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ആളുകൾ പറയുന്നു ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ, വചനം പ്രസംഗിച്ചാൽ പോരെന്നാ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിവേകങ്ങളാണല്ലോ പറഞ്ഞത്, തിരുത്തേണ്ടതല്ലേ ആ കാര്യങ്ങൾ? നിങ്ങളൊക്കെ കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. അതാണ് എൻ്റെ ചോദ്യം. വരും കാലത്ത് ഒത്തിരി പേര് കുഴി ചാടും എന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. വരും കാലത്ത് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലത്തെ ഈ മെസ്സേജുകൾക്ക് പെന്തക്കോസ്ത് ലോകത്ത് തന്നെ വിലക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശൈലി, പ്രസംഗ രീതി, നമ്മൾ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അതൊന്നും ജനം ഏറ്റെടുക്കാതെ വരും. അത് തന്നെയല്ല, അവർ നമ്മളെ വേറെ ഏതോ ചന്ദ്രലോകത്ത് നിന്ന് വന്ന ആളുകൾ എന്നുള്ള നിലയിൽ മുദ്ര കുത്തുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. ബാക്കി കാര്യങ്ങൾ സർവ്വസാധാരണമായിട്ട് മാറും. നിങ്ങളൊക്കെ ജീവിക്കുന്ന രാജ്യങ്ങളിൽ സർവൈവ് ചെയ്യണ്ടേ, നിലനിൽക്കണ്ടേ? നമുക്ക് ആ നിലനിൽപ്പിന് പാടുപെടുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിലനിൽപ്പിന് നമ്മൾ പാടുപെടും, കഷ്ടപ്പെടും. കാരണം നമുക്ക് തന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? വചനം സത്യമാണ്, അതൊക്കെ ശരിയാ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ പോലെ സജി പാസ്റ്ററിന് അങ്ങനെ എന്തെല്ലാം പറയാം, അതിനനുസരിച്ച് ആർക്ക് ജീവിക്കാൻ പറ്റും? പുള്ളിക്ക് അങ്ങനെയൊക്കെ പലതും പറയാം, പക്ഷെ അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഒക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഗൗരവം, അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധി, നമ്മൾ സാധാരണ പറയുന്ന രീതിയാണ് ദൈവസന്നിധി അലക്ഷ്യമാക്കരുത്. വചനത്തിൻ്റെ ABC അറിയാത്ത ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, പഴയ നിയമം അല്ലത് പുതിയ നിയമമാണ്.
ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചെറുതായി പോയോ? ദൈവത്തിന്റെ വലിപ്പം കുറഞ്ഞോ? സ്വഭാവത്തിലല്ലോ മാറ്റവും വന്നോ? ഒന്നും വന്നില്ലല്ലോ. അന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനുഷ്യവർഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ലേവ്യര്. ലേവ്യ പുരോഹിതർ എന്ന് പറയുന്നവര്, വിശേഷമല്ല അതിൽ അഹരോനും കുടുംബവും. അപ്പൊ അവര് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിൽക്കണമെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വരാൻ പറ്റുകയുള്ളൂ. ഹോളി ഗാർമെന്റ്സ് ഉണ്ടാകണം, വിശുദ്ധ വസ്ത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വിശുദ്ധ വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കപ്പെട്ട നീതിയുടെ വസ്ത്രം. ആ വസ്ത്രത്തിൽ കറവിരടാതെ യാതൊരു സ്പോട്ടും ഇല്ലാതെ എപ്പോഴും ശുഭ്രമായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നത്. ജീവിതം സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കണം. മറ്റൊരു ഭാഷയും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അന്ന് ആദമിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവർ അത്തിയില കൊണ്ടൊരു തുണി ഉണ്ടാക്കി, ഒരു ടെക്സ്റ്റൈൽ ഉണ്ടാക്കി. അങ്ങനെ നിൽക്കാൻ പരിശ്രമിച്ചു. പക്ഷെ നിൽക്കാൻ സാധിക്കില്ലെന്ന് വലുവനായ ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അല്പനേരം നിൽക്കാൻ പാകത്തിനാണ് ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ തുകൽ കൊണ്ട് അവരുടെ നഗ്നത മറച്ചു നിർത്തിയത്. ആത്മീയമായി നാം നഗ്നരാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധി നമുക്ക് നിൽക്കാൻ കഴിയില്ല ആദാമ്യ വർഗത്തിന്. പിന്നെ എങ്ങനെയാ നിൽക്കാൻ കഴിഞ്ഞത്? യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിനെ കാൽവറിയിലെ ബലിപീഠത്തിൽ യാഗമായി അറുത്തു. അങ്ങനെ ചിന്തിയ രക്തത്താലാണ് നമുക്ക് ശുദ്ധീകരണം ലഭിച്ചത്. അങ്ങനെ ആ ദൈവകുഞ്ഞാടിനെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. ഈ പറയുന്ന ചില വാക്കുകളൊക്കെ അലങ്കാര പ്രയോഗങ്ങളുണ്ട് അതിനകത്ത്. നിശ്ചയമായും മെറ്റഫോറിക്കലായിട്ട് പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. വിഷയത്തിന്റെ ഗൗരവമാണ് അവതരിപ്പിക്കുന്നത്. കുഞ്ഞുകളിയല്ല, സീരിയസ് ആണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായി ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളോട് ഇടയ്ക്കൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. അത് വചനത്തിലൂടെ. അങ്ങനെ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരു കൂട്ടം സഹോദരങ്ങൾ പറയുമ്പോൾ ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. സജിപ്പാസ് സമാഗമന കൂടാരെന്ന് വന്ന് പറഞ്ഞ് തുടങ്ങുക, അല്ലെങ്കിൽ പൗലോസിന്റെ മിഷൻ യാത്ര എന്ന് പറഞ്ഞങ്ങ് പോവുക. അല്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ടെന്നേ. അത് തലയിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് വിഷമാകുന്നാണ് പറയുന്നത്. അതങ്ങനെയാണോ എന്നാണ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്. ഇത്രയും ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, കഷ്ടമുണ്ട്. ഒരു സ്ത്രീയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചു. എബി 2 വാക്ക് പറയും. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ അത് പറഞ്ഞ് ആളുകളെ ബോധിപ്പിക്കുക. അതായത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഒരു വിശ്വാസികളുടെ രീതിയിലാണ് ഇത് പറഞ്ഞു വരുമ്പം ആളുകൾ ചിന്തിക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി ഈ ഒരു കാര്യം ഗ്രഹിക്കാനായിട്ട്. കാര്യം ഇത് ഏത് ആത്മാവിലാണ് സൂക്ഷിക്കുന്നതെന്നും ഏത് ആത്മാവിനെ അധീനത പെട്ടിരിക്കുന്നതാണെന്നുള്ളത് വിശ്വാസികളുടെ പറയാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഒരു ദുരുപദേശത്തിന്റെ ഒരു പേരിലാണ് പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ അവര് കാണുന്നത്. പാസ്റ്റർമാരുടെ ഇടയിൽ ചർച്ചയിലെല്ലാം നമുക്കിപ്പം ഡിനോമിനേഷൻ ചർച്ചകളൊന്നും ഇത് പറയാൻ പറ്റില്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ പ്രവചനം ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ പറയുന്ന ഡിനോമിനേഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിലേക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇതൊരു സ്വാഗതമായിരുന്നു, ഭയങ്കര ഒരു വെൽക്കം ആയിരുന്നു, ഭയങ്കര പോപ്പുലാരിറ്റി കയറിയിട്ടുണ്ട്. സത്യപ്രവാചകനാണ് എന്നുള്ള ഒരു നിലയിലേക്ക് വന്നത്. പിന്നെ ഈ സതീശൻ ഈ കൺവെൻഷനിൽ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പം അതിനോടെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു തരം ഒരു വഞ്ചനയാണ് സംഭവിക്കുന്നത്. ഭയങ്കര ഒരു ബൈപ്പാസ് മറ്റുള്ളത് വേറെ ആരും ഇങ്ങനത്തെ ഒരു കാര്യം ഇന്ന് ഈ ക്രിസ്ത്യ ലോകത്തിൽ പറഞ്ഞു തരുന്നില്ല. അത് വളരെ ആവശ്യമാണ്. അവിടെയാണ് പ്രശ്നം. അത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പറയുന്നത്, ഞങ്ങളെ പാസ്റ്റർ കരുതേ, ഞങ്ങളുടെ പാസ്റ്റർ മറ്റാളുകളുടെ മുമ്പിൽ അപഹാസ്യനാകും. മറ്റ് അനേക പാസ്റ്റർമാർ ആരും ഒന്നും പറയുന്നില്ല. പാസ്റ്റർ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെയൊക്കെ നടുവിൽ പാസ്റ്ററുടെ പേര് നഷ്ടപ്പെടും. പാസ്റ്ററെ കുറിച്ച് അവർ മോശമായിട്ടാണ് കാണുന്നത്. വിശ്വാസികളും അങ്ങനെ കാണും. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി മിണ്ടണ്ടെന്നാ പറയുന്നത്. പറഞ്ഞു ശബ്ദം വേറെ ഒരിടത്തും ഇല്ല. എനിക്ക് തോന്നുന്നു സൈബാസിന് മുമ്പുണ്ടായിരുന്ന കേട്ടിരിക്കുന്നത് ക്യാപ്റ്റനങ്ങൾ മാത്രം പറഞ്ഞാ കേട്ടത്. പിന്നീട് ഇപ്പം പറയുന്നത് സൈബാസാണ്. വേറെ ഈ മീഡിയയിൽ ആരും ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല. അപ്പം പൗലമായിരിക്കുമ്പം ഇതിനകത്ത് ഒരു വേറെ സന്ദേശം പറഞ്ഞാൽ ശരിയാണെന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത്. കുഴപ്പമില്ല എന്ന് ആളുകൾ ചിന്തിക്കുകയാണ്. ഇത് തെറ്റില്ല, വിശ്വസിക്കാം എന്നത് ആളുകൾക്ക് ഒരു
ഒരു മീനിങ് ഇതിപ്പോൾ പോവുകയാണ്. പ്രതികരിക്കുമ്പോൾ മാത്രമേ ഇത് സത്യം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കൂ. ആ ഇന്റർവ്യൂവിലെ പ്രവാചകൻ പറഞ്ഞത്, ഇന്റർവ്യൂ നടത്തുന്നയാൾ ചോദിച്ചു, ഈ പെന്തക്കോസ്റ്റിന്റെ ലീഡേഴ്സ് താങ്കളുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിശ്ചയമായുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്, പക്ഷേ ഡയറക്റ്റ് പൊതുവിൽ ഞാൻ വെളിപ്പെടാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്, പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു, നല്ല ബന്ധത്തിൽ പോകുന്നു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അടിയൊഴുക്കെന്ന് പറയുന്നത് എന്താണ്? പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടായ്മകളിൽ ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പം നമ്മളൊരു തുരുത്തിൽ അകപ്പെടും വരും ദിവസങ്ങളിൽ. ആ കേക്കാം. ഒരു ചുരുക്കം ഗ്രൂപ്പാണ് ദൈവാനന്ദത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാലവും നിലകൊള്ളുന്ന സ്റ്റാൻഡേർഡാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ, ഈ ക്ലാസ് റൂമിലുള്ള മെസ്സേജുകൾ, നമ്മുടെ എല്ലാ പ്രസംഗങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് തലങ്ങൾ എന്തൊക്കെ നിലയിലിരിക്കുന്ന സന്ദേശങ്ങൾ ശരിയായ വരുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ആളുകൾ എത്ര എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും സത്യസന്ധമായി ഈ കാര്യത്തിന് വേണ്ടി ഇതിന് വ്യക്തമായ നിലയിൽ ഈ കാര്യങ്ങൾ തെറ്റാണ്, വചനപ്രകാരം ഒരിക്കൽ യോജിച്ചു പോകാൻ കഴിയാത്തതാണെന്നുള്ള ഒരു പ്രത്യേക മെസ്സേജ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞെന്ന് പറയുന്നവര് എന്നെ സ്നേഹിക്കുന്നവരാണ് സഹോദരങ്ങളെ. എന്നെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരൊക്കെ തന്നെയാണ്. അവര് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അനാവശ്യമായിട്ടൊന്നും പറയുന്നില്ല, വചനത്തിൽ നിന്നല്ലേ പറയുന്നത്. വചനം എടുത്തു വെച്ച് അത് എക്സ്പോസ് ചെയ്യല്ലേ. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ് ഇങ്ങനെയാണ്, ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ് ഇങ്ങനെയാണ്, അതിൻ്റെ കോൺടെസ്റ്റ് ഇങ്ങനെയാണ്. അന്ന് അവർ പ്രവചിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ഭരിക്കുന്നത്. അവർക്ക് മതപരമായ കാര്യങ്ങൾക്ക് പുരോഹിതന്മാരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭരണാധികാരികളും അവരുടെ മതാധികാരികളും ഒക്കെ ട്രാക്കിൽ നിന്ന് മാറുമ്പോഴാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ആ പ്രവാചകന്മാർ രാജ്യത്തോട് സംസാരിച്ചിട്ടുണ്ട്, മതനേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്, അതായത് പൗരോഹിത്യ വൃന്ദത്തോട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ അയൽ രാജ്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെയല്ല ദൈവരാജ്യത്തിലെ ഒരു പ്രവാചകൻ, പുതിയ നിയമ പ്രവാചകൻ എന്ന് പറയുന്നവൻ ശുശ്രൂഷിക്കുന്ന എവിടെയാണ്? ദൈവരാജ്യത്തിലല്ലേ. നമ്മളൊരു ഫിസിക്കൽ കിങ്ഡത്തെ കുറിച്ചല്ല പറയുന്നത്, ഒരു സ്പിരിച്വൽ കിങ്ഡത്തെ കുറിച്ചാണ് പറയുന്നത്, ആത്മീയ ദൈവരാജ്യം. അതിലെ ശുശ്രൂഷകര് ആത്മീയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ നിയമ ഭക്തനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അവനെ ഒരുക്കുക കുഞ്ഞാടിന്റെ കാന്തി എന്ന നിലയിൽ. അതാണ് പുതിയ നിയമ പ്രവാചകന്റെ ഉത്തരവാദിത്വം. പഴയ നിയമ പ്രവാചകൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. പഴയ നിയമ പ്രവാചകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർക്ക് മോശയാൽ കൊടുക്കപ്പെട്ടിട്ടുള്ള പ്രമാണം, ആ പ്രമാണത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നു, പ്രമാണം വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവരെ പ്രമാണത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, ചട്ടങ്ങളും വിധികളും പ്രമാണിക്കാൻ പാകത്തിന് അവരെ പ്രാപ്തരാക്കുക. ഇതായിരുന്നു അന്നത്തെ പ്രവാചകന്റെ ഉത്തരവാദിത്വം. അന്നത്തെ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തികളെ കറക്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ദാവീദിനെ കറക്റ്റ് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രത്തോട് സംസാരിക്കുന്നു, പൗരോഹിത്യ വൃന്ദത്തോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ പ്രവാചകനെ സംബന്ധിച്ച് ആ പ്രവാചകൻ സഭയോട് സംസാരിക്കും, വ്യക്തിപരമായി നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ ഭക്തനെയും ക്രിസ്തു എന്ന തലയോളം വളർത്തുക, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയാൻ അവനെ പ്രാപ്തമാക്കുക. അങ്ങനെ അനവധി കാര്യങ്ങളല്ലേ പറയാനുള്ളത്. ഇതിന് വിരുദ്ധമായ ശുശ്രൂഷകളൊന്നും ഉയരത്തിൽ നിന്ന് വന്ന ആത്മാവിനാലല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ പണിയിൽ കർത്താവ് കരങ്ങളിലെടുത്തിരിക്കുന്ന 5 വിധ ഉപകരണങ്ങളിൽ രണ്ടാമത് പറയുന്ന ഉപകരണമാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ആ പ്രവാചകന്റെ പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് സഭയുടെ പണിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ട് അവിടെ ഇവിടെ. അവിടെ ഇവിടങ്ങളിൽ ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറ്. ഞാൻ എന്തിനാ ഇടയ്ക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
പക്ഷേ AK-47 കൊണ്ട് വെടിവെച്ചാൽ പോലും നിങ്ങളിൽ പലരും മിണ്ടത്തില്ല. അതാണ് വേറൊരു കുഴപ്പം. എനിക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ബോംബിടാനൊന്നും പറ്റില്ലല്ലോ. ന്യായമായി ഒരു ചോദ്യം ചോദിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ചിലർക്ക് ലജ്ജയുണ്ട്. പറഞ്ഞാൽ തെറ്റിപ്പോവോ, ഇങ്ങനെ ഇനി എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യർക്കും വരുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ സഹോദരങ്ങൾക്ക് അങ്ങനെയുള്ള മേഖലകളിൽ അറിവില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ആ ഭാഗങ്ങളിൽ അവരെ തിരുത്തിക്കൊണ്ട് പോകണം എന്നുള്ളതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനകത്ത്, കഴിഞ്ഞ രാത്രിയിലെ, അതായത് ഇന്നലത്തെ മെസ്സേജിനകത്തും ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരു വക്കീലിന്റെ ചിന്താഗതി, ഒരു വക്കീൽ ഒരു കേസ് ഡയറി പരിശോധിച്ച് കാര്യങ്ങളെ പറയുന്ന പോലെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഒടുക്കം പറഞ്ഞത് ഇന്നലെ. കഴിഞ്ഞ ആഴ്ചത്തെ ആ മെസ്സേജ് നിങ്ങൾ സമയമുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക. അതിനകത്ത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ വക്കീലിന്റെ ചിന്തയിൽ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. സാധാരണ പാസ്റ്റേഴ്സ്, സാധാരണ വിശ്വാസികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എല്ലാം ഒന്നാണെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ നമ്മുടെ അടൂരിലുള്ള പ്രവാചകൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അറിയാവോ? അതായത് ഒരു സമയത്ത് താൻ ആഫ്രിക്കൻ പ്രോഫറ്റുകളെ വളരെയധികം ആശ്രയിച്ചിരുന്നു. പിന്നീട് താൻ തിരിച്ചറിഞ്ഞു ആഫ്രിക്കൻ ശുശ്രൂഷകരുടെ അനോയിന്റിങ് തെറ്റാണെന്നുള്ളത് താൻ മനസ്സിലാക്കി പിന്നീട് അവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ആഫ്രിക്കക്കാരെ കെട്ടിപ്പിടിക്കുന്ന ഒത്തിരി പേരില്ലേ, അവരെ തിരുത്താൻ എന്ത് പാടാ. പക്ഷെ കേരളത്തിലെ പ്രസിദ്ധനായ സോക്കോൾഡ് പ്രവാചകൻ പറയുകയാണ്, ആഫ്രിക്കക്കാരെ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പിച്ച ആളെ പറയുന്നതെന്ന് ഓർക്കണം. മണ്ടത്തരമായിപ്പോയിന്ന്. അതായത് തൻ്റെ ഫെലോഷിപ്പിൽ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് അവർക്ക് അവസരം കൊടുത്തപ്പോൾ അവർ സ്റ്റേജിൽ നിന്ന് വലിയ കസരത്ത് നടത്തി. ആ സമയത്ത് അവർ പറഞ്ഞു, അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറാണ് ഈ ഇരിക്കുന്നത്, മുൻപിലിരിക്കുന്നത്, അദ്ദേഹം ദൈവത്തിന്റെ അഭിഷിക്തനാണ്, നിങ്ങളുടെ കാതിലും കഴുത്തിലുള്ളതൊക്കെ ഊരിക്കോ, പോക്കറ്റിലുള്ളതൊക്കെ എടുത്തോ, എല്ലാം അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ വെക്കൂ, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജനം അത് കേട്ട വഴി കേൾക്കാത്ത വഴി എല്ലാവരും കൊണ്ടുവന്ന് കാൽ കീഴിലിട്ടു. അപ്പൊ അതിന് അടൂരിലുള്ള പ്രവാചകൻ പറഞ്ഞത് താൻ അന്നേരം ഞെളിവിരി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഞെളിവിരി കൊണ്ടിരിക്കുകയായിരുന്നു, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലായിരുന്നു. അതായത് മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജനം ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു അമാനുഷികമായ എന്തൊക്കെയോ ഉള്ള ഒരാളുടെ മുമ്പിൽ തങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ജനം അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും വട്ടം കൂടിയത്. അത് തെറ്റായി പോയി എന്നുള്ളൊരു ബോധ്യം ഇപ്പൊ അദ്ദേഹത്തിനുണ്ട്. തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനതിന് വചനത്തിൽ നിന്ന് ഇന്നലെ മറുപടി പറഞ്ഞു. അതെന്തുകൊണ്ട് കഴിഞ്ഞില്ല? താങ്കൾ ദൈവത്തിന്റെ അഭിഷിക്തനാണെങ്കിൽ, പരിശുദ്ധാത്മാവ് താങ്കളിൽ ഉണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം താങ്കളെ ഓർമ്മിപ്പിക്കില്ലായിരുന്നോ? അതെന്താ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ പ്രത്യേകത? പൗലോസിന്റെ 1-ാം മിഷൻ യാത്രയില് ലുസ്രയിൽ വരുന്നു. ലുസ്രയിൽ മുടന്തൻ സൗഖ്യമാകുന്നു, വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, ജനമെല്ലാം ഓടിക്കൂടുകയാണ്, അവർക്ക് വലിയ ആവേശമായി. അങ്ങനെ ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ വരെ രംഗത്ത് വന്ന് പൗലോസിനും ബർന്നബാസിനും പുതിയ പേരിട്ട് കൊടുത്തുകൊണ്ട് അവരെ പൂമാല ചാർത്തി സ്വീകരിക്കാനും അവർക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കുവാനും അവര് താല്പര്യപ്പെട്ടപ്പോൾ യഥാർത്ഥ ദൈവത്തിന്റെ അഭിഷിക്തന്മാര്, യഥാർത്ഥ പ്രവാചകന്മാർ എന്താ അന്നേരം ചെയ്തത്? ഏതായാലും ഈ ആൾക്കാരൊക്കെ വന്നാലേ അവരെ വിഷമിപ്പിക്കണ്ട, ഇടാനുള്ള പൂമാലയൊക്കെ ഇട്ടോ, ഇനി പിന്നെ ഇടരുത് കേട്ടോ, അങ്ങനെയാണോ പറഞ്ഞത്? അവരവരെ തടുത്തു, അമർച്ചയായി കൽപ്പിച്ചു, ഞങ്ങളുടെ പേരിൽ ഒരു ബലിയും അർപ്പിക്കണ്ട. ബലിയൊക്കെ അർപ്പിച്ചു കഴിഞ്ഞതാ. ഞങ്ങളുടെ പേരിൽ ഒരു ബലി അർപ്പിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? അത്രയും പറയാനായിട്ട് കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് അഭിഷേകമാണ് വ്യാപരിക്കുന്നത്? ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കൺമുമ്പിൽ നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയണ്ടേ, ഇത് അപക്വമായ കാര്യമാണ്, വചനവിരുദ്ധമാണ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കോപം വരും, ജനം പിരിഞ്ഞു പോണം എന്ന് അമർച്ചയായി കൽപ്പിക്കണം. അത് ചെയ്തോ? അത് തന്നെയല്ല, ഈ കാൽക്കൽ ഊരി വെക്കാൻ വേണ്ടി ഇടികൂടിയതാരാ? അദ്ദേഹത്തിന്റെ വിശ്വാസികളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസികളുടെ സ്റ്റാൻഡേർഡ്, അവരുടെ അടിത്തറ എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്, എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ മറ്റ് പാസ്റ്റർമാർക്കൊന്നും തോന്നാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാ? വേറെ പാസ്റ്റർമാർക്ക് ഇങ്ങനെയൊക്കെ തോന്നണമെന്ന് എനിക്ക് ചടിക്കാൻ പറ്റുമോ? എനിക്ക് ഈ കാര്യങ്ങളെയൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാ തോന്നുന്നത്. അപ്പൊ ചില പ്രിയപ്പെട്ടവർ എന്നോട് പറയുന്നത് അങ്ങനെ തോന്നല്ലേ എന്നാ പറയുന്നത്, പാസ്റ്റർക്ക് അങ്ങനെ ഒന്നും തോന്നരുതെന്ന്.
ഞങ്ങളുടെ പ്രിയപ്പെട്ട സജി പാസ്റ്റർക്ക് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. പാസ്റ്റർ ദീർഘായുസോടുകൂടി ഇരിക്കണം, നല്ല നല്ല വചനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ മുൻപോട്ട് നയിക്കണമെന്നാണ് ചില പ്രിയപ്പെട്ടവർ പറയുന്നത്. ഞാൻ നല്ല നല്ല വചനങ്ങളല്ലേ സഹോദരങ്ങളെ നിങ്ങളോട് പറയാറുള്ളൂ, ചീത്ത വചനമൊന്നും പറയാറില്ലല്ലോ. അതായത് കാലങ്ങളായിട്ട് ജനത്തെ വഞ്ചിക്കുന്ന ചില വഞ്ചനകളെയാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. കാലങ്ങളായിട്ട് ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചനകൾ. ഒന്നും രണ്ടും ആൾക്കാരല്ല വീഡിയോ കണ്ടിരിക്കുന്നത്. ആ വീഡിയോയിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രോഫറ്റ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പെന്തക്കോസ്റ്റ് ഞാനും തമ്മിൽ എന്താ അന്തരം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പെന്തക്കോസ്റ്റുകാർ പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു, ഞാനും ആശ്രയിക്കുന്നു. പിന്നെ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ എന്നെ മാറ്റി നിർത്തുന്നതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഉറപ്പുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. നമ്മുടെ കൂടെയുള്ള സകലർക്കും ആ ഉറപ്പുണ്ടാകണം. സിസ്റ്റമാറ്റിക്കായിട്ട് 1 by 1 ആയിട്ട് പറയാനുള്ള പ്രാപ്തി വരണം. അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഗഹനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ചില സമയത്ത് മെസ്സേജുകൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകും. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ ആസ്വദിച്ച മെസ്സേജാണ്. കഴിഞ്ഞ സൺഡേയിലെ സാറ്റർഡേ പ്രവാചകന്റെ കഥയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അതിന്റെ തെളിവാണ് യൂട്യൂബിൽ ആ മെസ്സേജ് 500 പേര് പോലും കേട്ടിട്ടില്ല. സാധാരണ നമ്മുടെ ഏത് മെസ്സേജും 1K ആൾക്കാർ കേൾക്കുന്നതാണ്. ഇത് 500 പേര് പോലും കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം പൊതുവിലുള്ള ആൾക്കാർക്കും നമ്മുടെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്കും ഒന്നും അതിന്റെ ഗൗരവം മനസ്സിലായില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് പറയാൻ പാകത്തിന് ആമുഖമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആമുഖം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഡീവിയേഷനിലേക്ക് പോയത്. കാരണം ആ സമയത്ത് പ്രകാശിച്ച് കിട്ടുന്നൊരു കാര്യമാണ്. അത് പിന്നെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് എഴുതാൻ പറ്റുമോ? അന്നേരം ഉള്ളിലൂടെ വരുന്ന കാര്യം എന്നാൽ എഴുതി സൂക്ഷിക്കുക, അടുത്ത ആഴ്ച പറയാമെന്ന് പറയാനായിട്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ഞാനിവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ? അത് മറന്നുപോകും സഹോദരങ്ങളെ. പിന്നീട് അത് ഓർമ്മയിലേക്ക് വരണമെന്നില്ല, അതേ നിലയിൽ പ്രകാശിച്ച് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ധ്യാനിച്ചു വെച്ചിരിക്കുന്ന വിഷയം അത് ഈ പേപ്പറിൽ ഇരിക്കട്ടെ. ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയ കാര്യം അപ്പം തന്നെ പറയാം. ഒരു സീനിയർ പാസ്റ്റർ അതിനെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ തത്സമയം നമുക്ക് ലഭിക്കപ്പെടുന്ന ആ കാര്യങ്ങളെയാണ് ചൂടോടുകൂടി അടയെന്ന് പറയും. മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സെർവ് ചെയ്യുന്ന പോലെയല്ല, അത് ചൂടോടുകൂടി ലഭിക്കുന്നതാണ്. അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ കാര്യത്തെ മറികടന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോകാൻ വേണമെങ്കിൽ നമുക്ക്, പക്ഷെ പോകാതെ അത് തന്നെ നമ്മൾ ധ്യാനിച്ചു. അതായത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആ ഒരു ശബ്ദമായി എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും, പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കൂട്ടു സഹോദരങ്ങളായ പലരും കടന്നു പോകുന്ന അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ പെട്ടെന്ന് മുമ്പിലേക്ക് വന്നു. പല കാര്യങ്ങൾ ഒരുമിച്ചാണ് സഹോദരങ്ങളെ സമ്മേളിക്കുന്നത്. ഞാൻ പറഞ്ഞു, വചനമകത്ത് ഇങ്ങനെ മുഴങ്ങുന്നു, ഞാൻ പണിയും. അപ്പോൾ പണിയുന്ന ആരെയാ? കല്ലും മണ്ണും കൊണ്ടാണോ പണിയുന്നത്? നമ്മയല്ലേ പണിയുന്നത്. അവിടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ കൂട്ടു സഹോദരങ്ങളായ പലരും കടന്നു പോകുന്ന അവരുടെ ആ ഒരു ജീവിത പശ്ചാത്തലം, ആ സാഹചര്യങ്ങൾ, അതിനെയെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനിലൂടെ ആ കാര്യങ്ങളെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതായത് തൻ്റെ ജനത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, തൻ്റെ ജനത്തെ ധൈര്യപ്പെടുത്താൻ, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടന്നു പോകുന്ന ഏത് തീക്കുണ്ടത്തിൻ്റെ അനുഭവങ്ങളാണെങ്കിലും അവിടെയൊന്നും സ്വർഗത്തിലെ ദൈവം കണ്ണടച്ചിരിക്കുകയല്ല. ഒരു തട്ടാൻ തനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ആ വസ്തു, അതായത് സ്വർണമോ വെള്ളിയോ, അത് തീക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ താനെ കണ്ണടയ്ക്കുന്നില്ല. പിന്നീട് കണ്ണ് തുറന്ന് സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. കാരണം തീക്കകത്ത് കിടക്കുന്ന വിലപിടിപ്പുള്ളതാണ്. അതുപോലെയാണ് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിൽ ദൈവം പരിഗണിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ലെന്നല്ലേ ഉള്ളൂ, നമുക്കതിൻ്റെ ഗൗരവം പിടികിട്ടുന്നില്ല. നമ്മൾ കത്തോലിക്ക, ഓർത്തഡോക്സി, യാക്കോബായ ഒക്കെ വിട്ടിട്ടിങ്ങ് വന്നു പെന്തിക്കോസ്ത് മതത്തിലേക്ക്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ വിഷയത്തിൻ്റെ ആഴങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമ സഭയാം സൗധത്തിലെ ഏതെങ്കിലും ഒരു പില്ലറോ എന്തെങ്കിലും ഒരു ഭാഗമല്ലേ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു ഭാഗമല്ലേ.
അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനങ്ങളിൽ വെളിപ്പെട്ട് വരുന്നത്. ഇപ്പൊ താമ്രം അഥവാ ബ്രോൺസ്, ആ ബ്രോൺസ് തീക്കകത്ത് നിന്നാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 2-3 വസ്തുക്കൾ ഒരുമിച്ച് ചേർത്തല്ലേ തീക്കകത്തിട്ട് ഉരുക്കുന്നത്. അങ്ങനെ ഉരുക്കി പുറത്തു കൊണ്ടുവരുമ്പോഴല്ലേ അതിനെ ബ്രോൺസ് അഥവാ താമ്രം അല്ലെങ്കിൽ പിച്ചള എന്ന് നമ്മൾ വിളിക്കുന്നത്. വിവിധങ്ങളായ പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടി വരും. അവിടെയെല്ലാം തീയുടെ അനുഭവമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ചില വിഷയങ്ങളിൽ ചെറിയ ചൂട് അനുവദിക്കും, ചില വിഷയങ്ങളിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഓരോരോ മെറ്റീരിയലുകൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനെ അറിയൂ, നമുക്കറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ആ കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞത്. അതൊരു ഗംഭീരമായൊരു മെസ്സേജായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ തന്നെ ഇരുന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു, മണ്ടന്മാര് ആര് ഈ പെന്തിക്കോസുകാര്. ഇത്ര മനോഹരമായൊരു മെസ്സേജ് യൂട്യൂബിൽ കിടക്കുമ്പോൾ 56,000 പേര് പ്രവാചകന്റെ ഇന്റർവ്യൂ കാണാൻ പോകുന്നുണ്ട്. പോയതിൽ 90% പെന്തക്കോസ്തുകാർ തന്നെയാണ്. ന്യൂ ജനറേഷൻ പെന്തക്കോസ്തുകാരൊന്നും ആയിരിക്കില്ല. അവരതൊക്കെ കേട്ട് ആശ്വസിച്ചു. അതേസമയം സ്വർഗത്തിലെ ദൈവം ചൂടോടുകൂടി ചുട്ടയട. പുറപ്പാട് 25-ാം അധ്യായവും മറ്റു ചില അധ്യായങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളെയൊക്കെ പറഞ്ഞത്. അതിനകത്ത് ഗൗരവമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല, ആരും അത് കേൾക്കാനായിട്ട് മനസ്സ് വെച്ചില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഈ പ്രവാചകനൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയല്ലോ, വചനം വെച്ചിട്ടല്ലേ 1 മണിക്കൂറിലധികമുള്ള മെസ്സേജിൽ കാര്യങ്ങളെ സ്ഥാപിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നത്. അതെന്തിനാ? ഒരുപക്ഷെ നമ്മുടെ വായനകളിൽ നമ്മുടെ കൺവട്ടത്ത് തെളിഞ്ഞു വരാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിരിക്കാം. ഇപ്പം ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞു. അതായത് ദാവീദിന്റെ ഹൃദയത്തിലൊരാഗ്രഹം, ഞാൻ ഇത്ര വലിയ അരമനയിൽ താമസിക്കുമ്പോൾ എൻ്റെ ദൈവം കൂടാരത്തിൽ പാർക്കുന്നു, എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം നിർമ്മിക്കണമല്ലോ. ആ ആഗ്രഹം ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദർശകനായ നാഥാന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് കേട്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ള നാഥാൻ ദാവീദിനോട് പറയാണ്, യെസ്, ഓക്കെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നടക്കട്ടെ, അതെല്ലാം ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കും, കാരണം യഹോവ നിന്നോട് കൂടെ ഉണ്ടല്ലോ, നിശ്ചയമായും അതിനുവേണ്ടി ചട്ടം കൂട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി നാഥാനെ സ്വർഗത്തിലെ ദൈവം തിരുത്തി. ഇതിൽ നിന്ന് എന്താ ഒരു പഠനം നമ്മുടെ മുമ്പിൽ വരുന്നത്? അന്ന് പകല് രാജാവ് ദർശകനായ നാഥാനോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു കാര്യം എനിക്ക് ആഗ്രഹമുണ്ട്, അത് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു ദൈവിക അരുളപ്പാടല്ലേ ചോദിക്കുന്നത്. അപ്പൊ നാഥാനിൽ നിന്ന് തനിക്ക് ലഭിച്ചതൊരു ദൈവിക അരുളപ്പാട് തന്നെയാണ്. ദൈവത്തിന്റെ അഭിഷിക്തനല്ലേ നാഥാൻ? വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞേ, യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ചെയ്യുന്നത് ശുഭമാകും, നിശ്ചയമായി മൂവ് ചെയ്തോ. പക്ഷെ അന്ന് രാത്രി നാഥാനെ തിരുത്തി. നാഥാൻ ദൈവത്തിന്റെ അഭിഷിക്തനായതുകൊണ്ടാണ് തിരുത്തൽ ലഭിച്ചത്. ദൈവത്തിന്റെ അഭിഷിക്തൻ അല്ലെങ്കിൽ ദൈവം തിരുത്താൻ പോകുന്നുണ്ടോ? ഭോഷ്കിന്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരുവനാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടിയിൽ ഒന്നും ഉണ്ടാകില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടിയിൽ ഉണ്ടാകുമോ? ഇത് ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ് നാഥാൻ എന്നുള്ളത് കൊണ്ടാണ് അവിടെ തിരുത്തൽ കൊടുത്തത്. തിരുത്തൽ എന്തായിരുന്നു? ആലയം പണിയാ, പക്ഷെ നീ പണിയണ്ട, നീ അതിന്റെ കാര്യങ്ങൾ ചട്ടം കൂട്ടിക്കോ, നിന്റെ മകനായ ശലോമോൻ അത് പണിയട്ടെ, നിന്റെ കൈകൊണ്ട് ഒത്തിരി രക്തം ചിന്തിയിട്ടുള്ളതാണ്, നീ അത് ചെയ്യണ്ട, അത് ദൈവത്തിന് താല്പര്യമില്ല. കാരണം കുറ്റമില്ലാത്ത രക്തമാണ് ദാവീദ് ചിന്തിയത്. ഊരിയാവിന്റെ വിഷയത്തിൽ നമുക്കറിയാം, കുറ്റമില്ലാത്ത രക്തമാണ് ചിന്തപ്പെട്ടത്. ആ കാരണത്താൽ ദാവീദിന് അതിനുള്ള അനുമതി കിട്ടിയില്ല. ഇങ്ങനെയാണ് പല പ്രവചനങ്ങളും പല ദർശനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിലപ്പോൾ ശുശ്രൂഷകരെന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഹൃദയത്തിൽ വരുന്ന ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ വെച്ചിട്ട് ചില കാര്യങ്ങളെ പറയും. അത് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതാകണമെന്നില്ല. അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ആലോചനയാകണമെന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആലോചന. നാഥാൻ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആലോചനയാണോ അത്? ഒരിക്കലും അല്ല. അതായത് നാഥാൻ ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങൾ യോഗ്യമായ കാര്യങ്ങളാണ്. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? യഹോവ കൂടെയുള്ള ദൈവത്തിന്റെ പുരുഷനായ ദാവീദ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ദാവീദ് ന്യായമായ കാര്യമല്ലേ ചോദിച്ചത്. താനൊരു കൊട്ടാരം കെട്ടിക്കോട്ടെ എന്നല്ലല്ലോ ചോദിക്കുന്നത്. കൊട്ടാരത്തിൽ കിടക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കൊരു മന്ദിരം പണിയണം.
മറ്റ് കാര്യങ്ങളല്ല താൻ ആഗ്രഹിക്കുന്ന ന്യായമായ കാര്യങ്ങളാണ്. ആ ന്യായമായ കാര്യങ്ങൾ പോലും അതിൻ്റെ പൂർണ്ണതയിൽ അനുവദിച്ച് കിട്ടുന്നില്ല, ഭാഗികമായി അനുവദിച്ച് കിട്ടുന്നു. ആലയം പണിയാം, പക്ഷെ ദാവീദ് നീ പണിയണ്ട. അതാണ് അതിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന. അങ്ങനത്തെ ആലോചനയാണ് ദൈവത്തിൻ്റെ ആലോചന എന്ന് നമ്മൾ പറയുന്നത്. അത് പക്കായായിരിക്കും. 100-ലധികം സീറ്റ് എന്നല്ല പറയുന്നത്, പക്കായായിരിക്കും. 102 എന്ന് പറഞ്ഞാൽ 102 ആയിരിക്കും. 101.25 അല്ല, 102 എന്ന് പറഞ്ഞാൽ 102 അത് പെർഫെക്റ്റ് ആണ്. അത് പെർഫെക്റ്റ് ആണ്. ആലയം പണിയെക്കുറിച്ച് നാഥാനൊരു ചിന്ത വന്നു, അതങ്ങ് അനുവദിച്ചു കൊടുത്തു, ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ വ്യക്തമായ ആലോചന നാഥാന് ലഭിച്ചപ്പോഴല്ലേ നാഥാൻ ഞെട്ടിപ്പോയത്. ആലയം പണിയാം, പക്ഷെ ദാവീദ് പണിയണ്ട. അപ്പൊ നാഥാന് വേണേ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ പറഞ്ഞും പോയി, എൻ്റെ ഗ്ലാമറിന് കോട്ടം തട്ടുമല്ലോ, എൻ്റെ ദർശകൻ എന്ന് പറയുന്ന ആ ഇമേജിന് കോട്ടം തട്ടില്ലേ. ദാവീദിന്റെ മുമ്പിൽ ഞാൻ ഇനി എങ്ങനെ ചെന്ന് സംസാരിക്കും? ആ മനുഷ്യൻ നീ തന്നെ എന്നൊക്കെ ഇനി പറഞ്ഞാൽ ദാവീദ് കൂട്ടാക്കുവോ എന്നൊന്നും നാഥാൻ ചിന്തിച്ചില്ല. ദൈവം തന്നെ കറക്റ്റ് ചെയ്തപ്പോൾ അതിന് വിധേയപ്പെട്ടു കൊടുത്തു. അതാണ് ദൈവത്തിന്റെ അഭിഷിക്തന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദൈവം തന്നെ കറക്റ്റ് ചെയ്തപ്പോൾ താൻ അതിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി മറുസൈഡിൽ നമുക്ക് ദാവീദിനെ എടുക്കാം. ദാവീദിനെ എടുക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? ദാവീദിനോട് അഡ്വാൻസ് ചെയ്ത് നാഥാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോ ദാവീദ് ഹൃദയത്തിൽ സന്തോഷിച്ചുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുക. അപ്പോഴാണ് നാഥാൻ വീണ്ടും പറയുന്നത്, അയ്യോ ഒരു കറക്ഷനുണ്ട് കേട്ടോ. ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിലും സ്വർഗത്തിൽ നിന്ന് ചില തിരുത്തുകൾ വന്നിട്ടുണ്ട്, പുതിയ ഫാക്സ് വന്നിട്ടുണ്ട്. ആ പുതിയ ഫാക്സിന്റെ കോപ്പി അങ്ങ് ദാവീദിന് കൊടുത്തു. അത് വായിച്ചു നോക്കിയിട്ട് ദാവീദ് കോപിച്ച് മീശ വിരിച്ചെന്നൊന്നും നമ്മൾ കാണുന്നില്ല. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയത്തോടു കൂടി ദാവീദ് അത് ഏറ്റെടുത്തു. എൻ്റെ ദൈവത്തിന്റെ ആലോചന അതാണെങ്കിൽ ഞാനത് സ്വമേധയായി ഏറ്റെടുക്കുന്നു. അതിനകത്ത് എനിക്ക് തിരിച്ചൊന്നും പറയാനില്ല, എനിക്ക് ഒന്നും ഒരു പരാതിയില്ല. അതാണ് ദാവീദിന്റെ മനോഭാവം. ഇവിടെ ദാവീദിന്റെ മനോഭാവം നമ്മുടെ മുമ്പിലുണ്ട്, നാഥാന്റെ മനോഭാവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ദൈവം കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പഠിക്കാനില്ലേ സഹോദരങ്ങളെ? നമുക്ക് ഇത് കേൾക്കുന്ന ഒരാൾ പറയാണ്, ഇവര് ചുമ്മാ നാഥാനും ഗോലിയാത്തും ദാവീദും ഗോലിയാത്തുമായിട്ട് എന്തൊക്കെയോ പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന് മറുപടി പറയാ? ഇത് ചുമ്മാ ദാവീദും ഗോലിയാത്തിന്റെ കാര്യമാണോ ഈ പറയുന്നത്? ഇത് വചനം തുറന്നു വെച്ചിട്ട് വെളിപ്പാടുകളല്ലേ ഈ പറയുന്നത്? ഗൗരവമായ വെളിപ്പാടുകളാണ് ഈ പറയുന്നത്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലെയാണ് പലരും പ്രവചിക്കുന്ന അവരുടെ ഹൃദയത്തിലെ തോന്നലുകൾ പറയും. ആ തോന്നലുകൾ ചില സമയത്ത് ഒത്തുവരും. അത് ദൈവികമെന്ന് അവർക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മെയ് 3-ാം തീയതി ഈ കാര്യങ്ങളെ അവർ അനൗൺസ് ചെയ്യാതിരുന്നത്, പബ്ലിഷ് ചെയ്യാതിരുന്നത്. വീഡിയോ മെയ് 3-ാം തീയതി അങ്ങ് പബ്ലിഷ് ചെയ്യായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, ധൈര്യമില്ലായിരുന്നു. മെയ് 4-ാം തീയതി റിസൾട്ട് വന്നു തുടങ്ങിയതിന് ശേഷം വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? തലേദിവസം പബ്ലിഷ് ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ നിന്ന് ലഭിക്കപ്പെട്ട ഒരു ആലോചനയാണെങ്കിൽ അത് കുറ്റമറ്റതായിരിക്കും, അത് വള്ളി തെറ്റാതെ സംഭവിക്കും. ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളുടെ ഒക്കെ ആലോചനകളെല്ലാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാ, വെള്ളത്തിൽ വരച്ച വര പോലെയാ. 2019 ഡിസംബർ മാസം 31-ാം തീയതി ഇവരെല്ലാം ആലോചന പറഞ്ഞില്ലേ? ആ ആലോചന എന്താ? 2020 തകർക്കാൻ പോവാന്നാ പറഞ്ഞത്. വച്ചടി കയറ്റമാണ്, ഇനി എന്തെല്ലാം സംഭവിക്കും, ഭയങ്കര കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ കച്ചവടം പൂട്ടിപ്പോകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ മലയാളക്കരയിൽ തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അവിശ്വാസികൾ ഉള്ളത് കൊണ്ട് ഇവരൊക്കെ ജീവിച്ചു പോകുന്നു. അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ഏതെങ്കിലും ഒരുവൻ ആ കൊട്ടാരക്കരക്കാരൻ്റെ അടുത്തോ ഈ കോട്ടയംകാരൻ തങ്കുച്ചായൻ്റെ അടുത്തോ പിന്നീട് പോവോ? ജീവനുണ്ടെങ്കിൽ പോവോ? ഇവർ പറഞ്ഞത് എങ്ങനെയാ സഹോദരങ്ങളെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്ന്. ചുമ്മാ പറഞ്ഞാൽ സാരമില്ലെന്ന് വെക്കാം. ഇത് ചുമ്മായല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ ആലോചന എന്ന നിലയിലാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ആ കാര്യത്തിന് വിരുദ്ധമായ കാര്യം സംഭവിക്കുമ്പോൾ കുറ്റക്കാരനായി മാറുന്ന ആരാ? പരിശുദ്ധാത്മാവ്. കേൾക്കുന്ന വിജാതീയരായവര്, അക്രൈസ്തവരായവര് അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇവരെ എല്ലാം പെന്തക്കോസ്റ്റിന്റെ ലേബലിലാണെന്ന് ആളുകൾ കാണുന്നത്. ഇതെല്ലാം പെന്തക്കോസ്റ്റ് എന്നുള്ള നിലയിലാണ് കാണുന്നത്.
ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ പല മീറ്റിങ്ങുകളിലും ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ നമ്മുടെ പല കൂട്ടങ്ങളിൽ എടുക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, 1-2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. 1.5 വർഷത്തിൽ കൂടുതലായി കാണുമായിരിക്കും. അതിനു മുമ്പ് വരെ ഞാനിതൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ്. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുമാത്രം മണ്ടത്തരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഉപദേശ പെശകുകൾ, വഞ്ചനകൾ, നിപ്പിൽ ആളെ പറ്റിക്കുന്ന പരിപാടികൾ, പണത്തിന് വേണ്ടി, അങ്ങനെ എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇതിന് ഇത്ര ഗൗരവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകില്ലായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇതിനൊരു ഗൗരവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുമ്പോൾ അവിടെയെല്ലാം ആളുകൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന പെന്തക്കോസ്ത് എന്നുള്ള നിലയിലാണ്. ഇതെല്ലാം പെന്തക്കോസ്ത് എന്നുള്ള നിലയിലാണ്. കൊട്ടാരക്കരക്കാരന് ആഫ്രിക്കക്കാരുടെ മുമ്പിൽ പോയി ഈ മീൻ പിടയ്ക്കുന്ന പോലെ പിടക്കിയും തലകുത്തി മറിയുകയൊക്കെ ചെയ്യുമ്പോൾ നാട്ടാശ്ശേരി ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛൻ ചോദ്യം ചോദിച്ചത് നമ്മോടാണ്. നാട്ടാശ്ശേരി ഓർത്തഡോക്സ് പള്ളിയിലെ ഫിലിപ്പച്ചൻ ചോദിച്ചത് എന്താ നമ്മളോട്? ചിരിച്ചുകൊണ്ട്, അതൊരു പുച്ഛസ്വരത്തിൽ അദ്ദേഹം ചോദിച്ചത് എന്താ? ഇതാണോ നിങ്ങളുടെ പെന്തക്കോസ് എന്നാ ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് മറുപടി പറയണം? ഇതാ ഞങ്ങളുടെ പെന്തക്കോസ് എന്ന് പറയണോ? നമ്മൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ആ മറുപടി ശ്രീമാൻ കൊട്ടാരക്കരക്കാരന് ഫേവറായിട്ടല്ല നമ്മൾ പറഞ്ഞത്, അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആളുകൾ ചിന്തിക്കുക, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ തള്ളി പറയുകയാണോ? നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ലെന്നേ അവര്. നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിലുള്ളവരായിട്ട് പരിഗണിക്കുന്നില്ല. ഇവിടുത്തെ മെയിൻ ലൈൻ പെന്തിക്കോസ്റ്റ് സമൂഹം അവരെ അംഗീകരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നമുക്കൊരിക്കലും ഇവരെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എടുക്കുന്നത്. ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എടുത്തില്ലെങ്കിൽ ഇത് കുഴപ്പം എന്താണെന്നറിയാവോ? ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് മാറും. എല്ലാവരും ഇതൊക്കെ ആയിട്ട് അങ്ങ് ലയിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ പറയപ്പെട്ട പ്രവാചകൻ ഒരു പ്രവചനം പ്രവചിച്ചതിൻ്റെ പേരിൽ പിന്നീട് ഒത്തിരി ആളുകൾ അതിനെ എതിർക്കുകയും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ആ കാര്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയുമായിട്ട് ഒരു വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. അപ്പം നിയുക്ത മുഖ്യമന്ത്രി തിരിച്ച് അദ്ദേഹത്തോട് മറുപടി പറയുന്നത് ഓഡിയോയിലൂടെയാണ്. ഇദ്ദേഹം വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാവോ എന്ന്. തത്സമയത്ത് തന്നെ തൻ്റെ അസിസ്റ്റന്റിനെ ആരെയോ സൈഡിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു. അദ്ദേഹം മറ്റൊരു ഫോണിലൂടെ ഇതിന്റെ മൊത്തത്തിലൊരു വീഡിയോ എടുത്തു. ആ വീഡിയോ പബ്ലിഷ് ചെയ്യാണ്. നോക്കണം, ദൈവത്തിന്റെ അഭിഷിക്തനാണെങ്കിൽ, ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ സഞ്ചരിക്കുന്ന ഒരുവനാണെങ്കിൽ ഇങ്ങനത്തെ കോപ്രായങ്ങൾക്ക് പോവോ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുന്ന ഉയരത്തിൽ നിന്ന് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുവനാണെങ്കിൽ, അതായത് യേശുക്രിസ്തുവിനാൽ അഭിഷേകം പ്രാപിച്ച് തന്നാൽ വിളിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണെങ്കിൽ ഇങ്ങനത്തെ നേരം പോക്ക്, ഇങ്ങനത്തെ കോമാളിത്തരത്തിന് പോകുമെന്നാണ് എൻ്റെ ചോദ്യം. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്ന് ദൂത് പറയുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് ആരെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ നിർത്തിയിട്ടാണോ ഇതൊക്കെ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഇനി ദൈവത്തിന്റെ അഭിഷിക്തനായ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല. സന്ദേഹമൊന്നുമില്ല, യാതൊരു സന്ദേഹവുമില്ല. എന്ത് സന്ദേഹം? ദീർഘവർഷങ്ങൾ താൻ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്ന പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് വരുന്നത്. അതെവിടെ എഴുതിയിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ അത് കിട്ടുമോ? കിട്ടത്തില്ല. ഏലിയാവ് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ള ചോദ്യം ഞാൻ എത്രയോ ഫെലോഷിപ്പുകളിൽ പോയി ചോദിച്ചിട്ടുണ്ടെന്നറിയാവോ? ഒറ്റ ഇടത്തുനിന്ന് പോലും ആൻസർ കിട്ടിയിട്ടില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ അത്, പുതിയ നിയമത്തില്. ഏലിയാവ് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന ചോദ്യത്തിന് മറുപടികൾ കിട്ടിയിട്ടില്ലെന്ന്. എങ്ങനെയുള്ള മറുപടികളാ കിട്ടാൻ സാധ്യതയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നാണ് മെജോറിറ്റിയും പറയാറ്. വേറെ ചിലര് വേറെ ഏതാണ്ടൊക്കെയാ പറയുന്നത്.
അങ്ങനെ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തോട് ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലെന്നേ. അവർക്ക് ഉത്തരവില്ല. അവർക്ക് കേൾക്കുകയോ പഠിക്കുകയോ ഒന്നും വേണ്ട. അവർ ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ഇന്റർവ്യൂ കേൾക്കാനും അല്ലെങ്കിൽ നേരം പോക്ക് കഥ കേൾക്കാനും ഒക്കെയാണ് അവർ നടക്കുന്നത്. ഒരു വിഷയത്തിന്റെ ചുരുൾ അഴിച്ച് കൊണ്ടുവരികയാണ്. അതായത് യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലൻ പറയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് 3 ആണ്ട് മഴ പെയ്യാതിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവ് എപ്പോൾ പ്രാർത്ഥിച്ചു, എവിടെ വെച്ച് പ്രാർത്ഥിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ട് മാറിയത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ട്രാൻസ് ജോർഡാനിലാണ്. യോർദാന്റെ അങ്ങേക്കരയിലാണ് ചെന്നെത്തുന്നത്. 2.5 ഗോത്രക്കാരുടെ ദേശമായ ഗിലെയാദിൽ. ആ 2.5 ഗോത്രക്കാരും സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ നിന്ന് കിലോമീറ്ററുകൾ അകന്നു പോയൊരു കാലം. ദൈവമായിട്ടൊരു ബന്ധത്തിലല്ല ഇന്ന് അവര്. ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാ? അതങ്ങ് ജെറുസലേമിലാ. 2.5 ഗോത്രക്കാർ ഞാൻ പറഞ്ഞു, അവർ പാർക്കുന്ന ഇടം ട്രാൻസ് ജോർഡാനാണ്, യോർദാന്റെ അങ്ങേക്കരയാണ്. അവിടെ അവർക്ക് യാഗം അർപ്പിക്കാൻ പറ്റുമോ? അവിടെ അവർക്ക് ധൂപം അർപ്പിക്കാൻ പറ്റുമോ? അതിന്റെ ഭാഗമാകാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതിന് പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ തുനിഞ്ഞിറങ്ങണം, വില കൊടുത്ത് ഇറങ്ങണം, സമയം കണ്ടെത്തണം, എന്നിട്ട് യോർദാൻ കടക്കണം. യോർദാൻ കടന്ന് എവിടെ വരണം? യെരുശലേമിൽ വരണം. വന്നിട്ട് അവിടുത്തെ പ്രഭാതയാഗത്തിന്റെയും സന്ധ്യായാഗത്തിന്റെയും സമയത്ത് അവർക്ക് അതിൽ പങ്കാളിത്തം വഹിക്കാം. അതുപോലെ വർഷത്തിൽ 3 പ്രാവശ്യം അവരുടെ പുരുഷന്മാരെല്ലാം അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഉത്സവം ആചരിക്കണം. ഫീസ്റ്റ് ഉത്സവം ആചരിക്കണം. അതിന് വരേണ്ട മാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പുസ്തകത്തിൽ കാണാം. അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട മാസങ്ങളിൽ അവർ കടന്നു വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കണം. ഇപ്പൊ അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. അങ്ങനെ വരവും പോക്കൊന്നും ഇല്ലാതെയായിട്ട് കാലങ്ങളായി. ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയി. പ്രമാണത്തിനൊരു ഗൗരവം അവർ കൊടുക്കുന്നില്ല. പ്രമാണത്തിന് അവരൊരു ഗൗരവം കൊടുക്കുന്നില്ല. തോന്നിയതുപോലെയാണ് അവര്. എല്ലാ കാര്യങ്ങളെയും ലഘൂകരിച്ചു. തങ്ങൾക്ക് ബോധിക്കുന്ന വഴിയിലൂടെ നടക്കാൻ ആരംഭിച്ചു. അത് കണ്ടിട്ട് ഈ മനുഷ്യന്റെ ഹൃദയത്തിലൊരു ഭാരം ഉണ്ടായി. ആ ഭാരം നിക്ഷേപിച്ചത് സ്വർഗത്തിലെ ദൈവം അല്ലേന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ്. ആ ഒരു മനുഷ്യനെ സ്വർഗം കണ്ടു. ഈ 2.5 ഗോത്രക്കാരുടെ ഇടയിൽ നിന്ന് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം കണ്ടു. അതിന്റെ പൂർവ്വകാലത്ത് ഒരു ചരിത്രമുണ്ടല്ലോ. അവരുടെ എല്ലാം പൂർവ്വപിതാവായ അബ്രഹാം അങ്ങ് മെസൊപ്പൊട്ടേമിയയിലെ ഊറിൽ പാർക്കുന്ന കാലം. ജനമെല്ലാം വിഗ്രഹാരാധനയിലും തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തില് ഉള്ളിലൊരു നിഷ്കളങ്കതയുള്ള അബ്രാം എന്ന് പറയുന്ന മനുഷ്യനെ സ്വർഗം പേർ ചൊല്ലി വിളിക്കുകയാണ്. അത്രയും പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് ഒരു വ്യക്തിയെ പേർ ചൊല്ലി വിളിക്കുകയാണ്, അബ്രാമേ എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ജനത്തിനിടയിൽ നിന്ന് അബ്രാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് തന്റെ ഉദ്ദേശത്തിലേക്ക് അദ്ദേഹത്തെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഈ 2.5 ഗോത്രക്കാരുടെ ഇടയിൽ നിന്ന്, ഈ 2.5 ഗോത്രക്കാരെന്ന് പറയുന്നത് അന്യജനമൊന്നുമല്ല, ദൈവത്തിന്റെ ജനമാണ്. പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വിജാതീയരെക്കാളും കഷ്ടമായ അവസ്ഥയാണ്. എല്ലാ ജാതീയ മര്യാദകളും അവർ പാലിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ മനുഷ്യന്റെ ഹൃദയത്തില് ദൈവം ഈ നോവ് ഇട്ടുകൊടുത്തത്. അങ്ങനെ ആ നോവുമായി ഏലിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തു. അങ്ങനെ പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പക്ഷപാതം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ ഒരു ദീർഘമായ ഭാഗമാണ്. ആ ഭാഗം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിൻമഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്തിൽ നിന്ന് നാൽക്കാലികൾക്ക് പുല്ലും തരും. നീ തൃപ്തിയാകുവോളം ഭക്ഷിക്കും.
നിങ്ങളുടെ ഹൃദയത്തിന് മോഷത്തെ പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദേവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അല്ലാതിരുന്നാൽ യഹോവയുടെ ക്രോധം നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ഈ പറയപ്പെട്ട കാര്യങ്ങള് അവരുടെ നായകനായ മോശ മുഖാന്തരം അവർക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഈ വായിച്ചു കേട്ടത് തോറയുടെ ഭാഗമാണ്. ഇതെല്ലാം ഇസ്രായേലിനും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അവർ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഓർമ്മയുള്ള ഒരുവനായിരുന്നു ഏലിയാവ്. ഏലിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഈ ചട്ടങ്ങളും പ്രമാണങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഈ വചനം വെച്ച് ക്ലെയിം ചെയ്തു തൻ്റെ സ്വജനമായ ഇസ്രായേല് എത്രമേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, ആ ജനത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി, ദൈവമേ നിന്റെ പ്രമാണത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെ നീ ചെയ്യണമേ എന്നുള്ളതാണ് നിരന്തരമായ തൻ്റെ പ്രാർത്ഥന. ഗിലെയാദിലെ തിശ്ബിയിൽ പാർക്കുമ്പോൾ താൻ നിരന്തരം അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഗിലെയാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ട്, കടുപ്പമുള്ളത്. ഗിലെയാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കടുപ്പമുള്ളത്. ഈ 2.5 ഗോത്രക്കാരുടെ നടുവിൽ തൻ്റെ ദാസനായ ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവം കടുപ്പമുള്ളവനാക്കി മാറ്റി. കാരിരുമ്പിന്റെ കരുത്തുറ്റ ഒരു അനുഭവത്തിലേക്ക് തന്നെ നടത്തുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. അതായത് ഏലിയാവിൻ്റെ ഈ ചിന്തകളെയും പ്രാർത്ഥനകളെയും ആശയങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? കൂടെ ഒരു കൈത്താങ്ങെന്നുള്ള നിലയിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അന്ന് ഏലീശയൊന്നും കൂടെ ഇല്ല. സരേഫാത്തിലെ വിധവയുടെ മകനും ഒന്നുമില്ല കൂടെ, ആരും ഇല്ലാത്തൊരു കാലമാണ്. ഏകനായി ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ജനത്തിന്റെ നടുവിലൂടെ നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ കടുപ്പമുള്ളവനാക്കി മാറ്റിക്കൊണ്ടുവരുന്നു. ഒരേ സമയത്ത് രണ്ടും സംഭവിക്കുകയാണ്. ഗിലെയാദ് എന്ന് പറയുന്ന ഒരു മലഞ്ചെരിവാണ്, കിഴക്കാൻ തൂക്കായ ഒരു മലഞ്ചെരിവ് പോലെയുള്ളൊരു ഭാഗമാണ്. അവിടുത്തെ പാറകളെല്ലാം കടുപ്പമുള്ള പാറകളാണ്. ഗിലെയാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, കടുപ്പമുള്ളതെന്ന്. അതായത് ഈ 2.5 ഗോത്രത്തിൽ മനശ്ശെയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഗിലെയാദ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അതിൻ്റെ ബൗണ്ടറി ഒക്കെ പരിശോധിച്ചിട്ട് ഒരു സൂക്ഷ്മ ഉത്തരം കിട്ടിയില്ല. എന്നാൽ കിട്ടിയ ഉത്തരം ഇത്രയേ ഉള്ളൂ, മനശ്ശെയുടെ ഒരു ഭാഗമായിട്ട് വരും അത്. അപ്പം അവിടെ പാർത്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട വചനങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ ജനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സേവിച്ച് ആ കൽപ്പനകളെ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. ഇതിൽ പറയുന്ന ഈ വാക്കുകളെല്ലാം പിന്നത്തേതിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കാണാം. നിലത്ത് പുല്ലില്ലാതെ വന്നിട്ട് ആഹാബ് തൻ്റെ കുതിരയ്ക്ക് വേണ്ടി പുല്ല് അന്വേഷിച്ച് പോകുന്ന കാഴ്ച നമ്മൾ കാണുക. പുല്ലുണ്ടാകണമെങ്കിൽ മഞ്ഞും മഴയും പെയ്യണ്ടേ? ഏലിയാവ് മഞ്ഞും മഴയും കൂടി റദ്ദ് ചെയ്തത്. മഴ മാത്രമല്ല, മഞ്ഞും മഴയും കൂടി റദ്ദ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വായിക്കുന്നത് എന്താ? നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലാഞ്ഞാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയും, ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ഇതെല്ലാം പഴയ നിയമമല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കൊണ്ടുവരുന്നത്? ഇസ്രായേലിനൊരു ലാൻഡ് ദൈവം ഗ്രാൻഡ് ചെയ്തു, അതാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. അതിൽ 2.5 ഗോത്രക്കാർ ഈ പറയപ്പെടുന്ന സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പം മൊത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ 2.5 ഗോത്രക്കാർ മാത്രമല്ല, മെയിൻലാൻഡിലുള്ള ആളുകളും ഒക്കെ ഇതുപോലെ അകന്നകന്ന് തുടങ്ങി. അവിടെ തെക്കേ ദേശത്തെ യഹൂദ മാത്രമാണ് അല്പമെങ്കിലും ഇടയ്ക്കൊരു സ്വോത്രം ഇടയ്ക്കൊരു അല്ലേലിയും ഒക്കെ പറയുന്നത്. ഇടയ്ക്ക് ചില കോട്ടേജ് മീറ്റിങ്ങും ഇടയ്ക്ക് ചില ഉണർവിയോഗങ്ങളൊക്കെ ചില സൂം മീറ്റിങ്ങുകളും ഒക്കെ ഈ തെക്കേ ദേശത്തുണ്ട്. വടക്കേ ദേശത്ത് അങ്ങനെ ഒന്നുമില്ല, അവരുടെ കണക്ഷനൊക്കെ കട്ടായി കിടക്കുക. 2.5 ഗോത്രക്കാരുടെ കാര്യം പറയുകയും വേണ്ട, അത്രമേൽ അകന്നുപോയി. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്ന ദൈവരാജ്യം. അവരെ നല്ലൊരു ദേശത്ത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ ദേശത്താണ് മഞ്ഞും മഴയും പെയ്യിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യത്തിൽ നമുക്ക് വേണ്ടുന്നതായ മുൻമഴയും പിന്മഴയും സ്വർഗം പെയ്യിക്കും. നാം അവൻ്റെ കൽപ്പനകളെ ജാഗ്രതയോടെ പാലിച്ചനുസരിച്ച് നടന്നാൽ.
കൽപ്പനകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ആ ഹിതത്തിനനുസരിച്ചൊരു ജീവിതം നമ്മൾ ക്രമീകരിക്കുമെങ്കിൽ നിശ്ചയമായും മുൻമഴയും പിന്മഴയും പെയ്യും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യുമെന്ന്. ആ മഴ കൊണ്ട് ദേശം അഥവാ ഭൂമി നനയും. അവിടെയാണ് പുൽനാമ്പുകൾ കിളിർത്തു വരുന്നത്. ഇന്ന് പുൽനാമ്പുകളൊന്നും കിളിർക്കാതെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നതിൻ്റെ കാരണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ജനം അന്യദൈവാരാധനയിലേക്കൊക്കെ പോവുകയാണ്. കാലങ്ങൾക്ക് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവർ അന്യദൈവാരാധനയിലേക്ക് പോവുകയാണ്. ഏലിയാവ് പാർക്കുന്ന ട്രാൻസ് ജോർഡാനിലാണെന്ന് പറഞ്ഞല്ലോ 2.5 ഗോത്രക്കാർ. അതേസമയം നമ്മൾ മെയിൻലാൻഡിലേക്ക് വരുമ്പോൾ ബാക്കി ഗോത്രക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ. അതായത് വടക്കേ ദേശത്തോടുള്ള ബന്ധത്തിൽ, നോർത്തേൺ പ്രൊവിൻസിനോടുള്ള ബന്ധത്തിൽ. ആ സമയത്ത് അവരുടെ രാജാവ് ആരാ? ആഹാവല്ലേ ആ സമയത്ത് രാജാവ്. രാജാവിൻ്റെ ഭാര്യ എവിടത്തുകാരിയാ? അങ്ങ് സീതോനിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണല്ലോ ഇസബേൽ എന്ന് പറയുന്ന ആ അമൂല്യ രത്നം. അതിനെ കൂടെ കൂട്ടിയതിന് ശേഷം ആഹാബിൻ്റെ കാര്യം ഒരു പരുവത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനെ കൂടെ കൂട്ടിയ കാലത്ത് സ്ത്രീധനമായി കിട്ടിയത് ബാലിനെയും അശേരയും കൂടെയാണ്. അപ്പൊ അങ്ങനെ ഇസ്രായേൽ ജനത്തെ അന്യദൈവാരാധനയിലേക്ക് തിരിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2.5 ഗോത്രം മാത്രമല്ല, ബാക്കിയുള്ള 7.5 ഗോത്രം എല്ലാം തിരിഞ്ഞുപോയി, വഴിമാറിപ്പോയി. അതിൻ്റെ നടുവിലാണ് പ്രവാചക ശബ്ദം മുഴങ്ങാൻ പോകുന്നത്. പ്രവാചക ശബ്ദം ഒരു ദിവസവും കൊണ്ടുണ്ടാകുന്നതല്ല. അതിന് പ്രവാചകനെ പരുവപ്പെടുത്തും, സജ്ജമാക്കും, ഒരുക്കുകയാണ്. ഇരമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇരമ്യാവിനെ വിളിച്ചപ്പോൾ ഇരമ്യാവ് പറയുന്നുണ്ട് ഞാൻ ബാലകനാണെന്ന്. ആ ഇരമ്യാവിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കാരിരുമ്പിൻ്റെ കരുത്തുള്ളവനാക്കി മാറ്റുമെന്നുള്ളത്. ഞാൻ നിനക്ക് വേണ്ടി ജാഗ്രതയോടെ കരുതും, എൻ്റെ നാവായിട്ട് നീ നിൽക്കുമെന്നുള്ള നിലയിൽ ഇരമ്യാവിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏലിയാവിനെ സജ്ജമാക്കുകയാണ്, സജ്ജമാക്കി കൊണ്ടുവരികയാണ്. അന്യദൈവാരാധനയിലേക്ക് തിരിഞ്ഞ ഇസ്രായേലിൻ്റെ നടുവിൽ തൻ്റെ ദാസനെ അയക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് അന്യദൈവാരാധന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ചുറ്റുമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പോകരുത്. അതായത് നമ്മളിന്ന് കാണുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന അസംഖ്യം പുരുഷാരമുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ അന്യദൈവങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്യദൈവം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ കർത്തൃത്വം ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലെന്നേ. കർത്തൃത്വം ഒന്നും ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, അതിനകത്തൊന്നും നമുക്ക് ഒരു ആലോചന പോലുമില്ല. അതിനകത്ത് തരിമ്പും അങ്ങനെ ഒരു ദൈവാലോചനയ്ക്കൊന്നും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. നമ്മുടെ കയ്യിൽ ചില്ലറയുണ്ട്, നമ്മൾ വേണ്ടതുപോലെ എല്ലാം ചെയ്യും. അങ്ങനെയല്ലേ? ഞങ്ങളുടെ കയ്യിൽ ചില്ലറയുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങും, കൊടുക്കും, എന്തു വേണേലും ചെയ്യും. അങ്ങനെയല്ല പുതിയ നിയമത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വരുന്ന നമ്മളുടെ ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? സെയിൽ ഡീഡിൽ ഒപ്പുവെക്കണമെന്നല്ലേ? കർത്തൃത്വം കൈമാറണം എന്നല്ലേ? അങ്ങനെ കർത്തൃത്വമൊന്നും വലിയ പങ്ക് ആളുകളും കൈമാറുന്നില്ലെന്നേ. അങ്ങനെ കൈമാറിയാൽ മഴ പെയ്യും. അങ്ങനെ കർത്തൃത്വം കൈമാറുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കാൻ ആരംഭിക്കുമ്പോൾ നിശ്ചയമായും മഴയുടെ അനുഭവം നമുക്ക് ലഭിക്കും. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഈ മഴ പെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, എന്നേക്കാൾ അധികം ഒരുവൻ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ വേറെ എന്തിനെങ്കിലോ പ്രിയപ്പെട്ടാൽ അവൻ എനിക്ക് യോഗ്യനല്ലെന്നാണ് പറയുന്നത്. യോഗ്യനല്ലാത്തവൻ്റെ മേൽ മഴ പെയ്യിപ്പിക്കുമോ? ശ്രദ്ധിക്കുക, യോഗ്യനല്ലാത്ത ഒരുവന് വേണ്ടി എന്ത് മഴ പെയ്യിപ്പിക്കാനാ? അപ്പോൾ അവൻ യോഗ്യനാകണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് വന്ന് കാര്യങ്ങളെ ക്രമീകരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളതൊക്കെ വ്യക്തമായി പറഞ്ഞു കേട്ടോ, മറക്കരുത്. ചിലതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. നാം ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് പോകണം. ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. നാം പിൻ സീറ്റിലേക്ക് മാറിയേ തീരൂ. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കണം. അങ്ങനെ നാം വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് മുൻമഴയും പിന്മഴയൊക്കെ പെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു വ്യക്തിപരമായി ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ആ സമൂഹം ദൈവത്തിൻ്റെ വിശുദ്ധമായ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ആ സമൂഹം തങ്ങൾക്ക് ബോധിച്ചതുപോലെ സഞ്ചരിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവം തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കും.
പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ ആകണമെന്നില്ല പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ ആലോചനകൾ അറിയിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ തൻ്റെ ദാസന്മാരിലൂടെ നമ്മോട് ആലോചനകൾ അറിയിക്കും. തിരിഞ്ഞുകൊള്ളുവാൻ നമ്മുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കും. വചനത്തിലേക്ക് മടങ്ങി വരണം, പഴയ പാതയിലേക്ക് മടങ്ങി വരണം, ഉപദേശം കൈക്കൊള്ളണം എന്നൊക്കെ നമ്മെ കൊണ്ട് ചിലപ്പോൾ പറയിപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ ചില പിറുവിറുപ്പുകൾ, ഒരുപക്ഷെ നമ്മുടെ ചില കരച്ചിലുകൾ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ ജനം മുഴുവനും കൂടാരവാതിക്കൽ ഇരുന്ന് കരയാൻ ആരംഭിച്ചു. ഇതുവരെ ലഭിക്കപ്പെട്ട കാര്യങ്ങളിൽ തൃപ്തിയില്ലാതെ വണ്ണം. മന്നയിൽ അവർക്ക് തൃപ്തിയില്ല. അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാണ്, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാണ്. അതിനാണ് 21 ദിവസം, അതിനാണ് 40 ദിവസമൊക്കെ പ്രഖ്യാപിക്കുന്ന ചിലര്. ഡിമാൻഡുകളാണ് ദൈവസന്നിധിയിൽ, ഡിമാൻഡുകൾ. അവർ മന്നയിൽ തൃപ്തരല്ല, ലഭിക്കപ്പെട്ട കാര്യങ്ങളിൽ തൃപ്തരല്ല, ബോധ്യങ്ങളില്ല. ആ സമയത്താണ് ഈ ജനത്തെ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം തന്റെ ദാസന്മാരിലൂടെ ഇടപെടുന്നത്. അവരുടെ കരച്ചിലും പിറുപിറുപ്പും ദൈവത്തിന് കോപകാരണമായി നമ്മൾ വായിക്കുന്നില്ലേ സംഖ്യാപുസ്തകം 11? അതുപോലെ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനേകരിരുന്ന് കരയുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. അത് യോഗ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കരയുന്നത്. യോഗ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കരയണം കേട്ടോ. നിശ്ചയമായും യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് കരയേണ്ടതുണ്ട്. ഹൃദയത്തെ നമ്മൾ പകരേണ്ടതുണ്ട് ദൈവസന്നിധിയിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഉത്തരവാദിത്വമൊക്കെ മറന്നിട്ട് കേവലമായ കാര്യങ്ങൾക്ക് വേണ്ടി കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് നടക്കുകയാണ് പലരും. അങ്ങനെയുള്ള നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം പലപ്പോഴും ഇടപെടും. ദൈവം ഇടപെടും, തൻ്റെ വചനത്തിലൂടെ ഇടപെടും. നമ്മളിന്ന് തുടങ്ങിയ നമ്മുടെ ആമുഖം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വന്നേന്ന്? അത് കഴിഞ്ഞിട്ട് ചില ചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ട് വന്നു. അതായത് ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ടല്ല നമ്മൾ ഇന്നും സംസാരിച്ചത്. ഫ്രെയിമിൽ നിൽക്കാൻ ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്. എന്നാൽ അകത്ത് നിന്നൊരു തിരത്തള്ളൽ ഉണ്ടാകുകയാണ്. കുറേ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ചുമ്മാ കുറേ വചനങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തി അതിനകത്ത് പ്രിയപ്പെട്ടവരെ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളിൽ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ പ്രവാചകന്മാരുടെ കാര്യങ്ങളും മറ്റുമൊക്കെയാണല്ലോ. ഇപ്പൊ നമുക്ക് ചെവി അടച്ചു വെക്കാൻ പറ്റുമോ? 4 വഴിയിൽ നിന്നും ഇതൊക്കെ കേൾപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രംഗത്ത് വരുമ്പോൾ തൽപര കക്ഷികൾ അതിനെയൊക്കെ ആത്മീയവൽക്കരിക്കുവാനും അത് ദൈവികമെന്ന് സ്ഥാപിക്കുവാനും വേണ്ടി അവര് തത്രപ്പാട് വിടുകയാണ്. ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവികമാണെന്നൊക്കെ ആക്കി തീർക്കണം അവർക്ക്. ഭരണസമിതി വന്നു, മന്ത്രിമാരെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. 3 പേര് ഒരുപോലെ മുഖ്യമന്ത്രിമാരാകാൻ വന്നു. 4 വർഷം മുമ്പ് ഇവിടെ എറണാകുളത്തിനടുത്ത് ഒരു തോമസ് മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്നു, ഉമ. അന്ന് ഈ നടേശനും ഉമ്മൻചാണ്ടി ഇവരെല്ലാം അവിടെ ഉണ്ട്. ഒരു പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, 4 വർഷം കഴിഞ്ഞ് മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദൈവം നിങ്ങളെ ജയിപ്പിക്കും, ദൈവം നിങ്ങൾക്ക് ഭരണം തരും. സതീശൻ ഇപ്പോൾ അധികാരം ഏറ്റെടുത്ത ഉടനെ അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, ദൈവ നിശ്ചയമാണ് ഞാനിതിൽ വന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്ക് ആ പാസ്റ്ററെ അറിയാം. ആ പാസ്റ്റർ പറഞ്ഞ കാര്യവും അറിയാം നേരത്തെ. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരാളാണ്, അത് നടക്കുകയും ചെയ്യും. സതീശൻ ജയിച്ചു കഴിഞ്ഞപ്പോഴേ ഫോണിൽ അവർ തമ്മിൽ വിളിച്ചു, ആ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അയാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുമ്പോട്ട് വരാൻ. അപ്പൊ അതിന്റെ നടുവിലാണ് നമ്മൾ ഗിലെയാദിലേക്ക് ഒരു സഞ്ചാരം ഇപ്പൊ പോയത്. ഗിലെയാദിൽ നിന്ന് നമ്മൾ നടന്ന് തിരിച്ചു വന്നു ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക്. ആ കൊട്ടാരത്തിൽ വന്ന് ദൂത് പറയുന്ന ഏലിയാവ് അഡീഷണൽ വീഡിയോ എടുക്കാനെല്ലാം പോകുന്നുണ്ടോ?
അത് തെളിയിക്കാനും സ്ഥാപിക്കാനും അതിനൊന്നും പരിശ്രമിക്കുന്നില്ല. അതൊക്കെ സ്വർഗം തെളിയിക്കും. അടുത്ത ദിവസം മഞ്ഞും മഴയും പെയ്യാതിരിക്കുമ്പോൾ ആ പ്രവചനം നിറവേറുകയാണ്. പക്ഷെ ദൈവത്തിന്റെ അഭിഷിക്തനായ ഏലിയാവ് അങ്ങനെ പ്രവചിച്ചു പോയെങ്കിലും ആഹാബിനോ ഭാര്യയ്ക്കോ ഇസ്രായേൽ ജനത്തിനോ അശേഷം മനസ്സിലായില്ല ഇത് ഒരു ദൈവികമായ ആലോചനയാണെന്ന് ഇസ്രായേലിൽ ആരെങ്കിലും അതുപോലെ തന്നെ ഈ ആഹാബിനും ഭാര്യയ്ക്കൊക്കെ തോന്നിയില്ല എന്നുള്ളതിന്റെ തെളിവെന്താ? ഈ 3.5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആഹാബും ഏലിയാവും മുഖാമുഖം വരുന്നുണ്ടല്ലോ. ആ മുഖാമുഖം വരുമ്പോൾ ആഹാബ് ഏലിയാവിനോട് എന്താ പറയുന്നത്? കൊള്ളാം, ഞാൻ തേടി നടന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, നീയല്ലേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെന്നാ ചോദിച്ചത്. എന്ന് വെച്ചാൽ ഏലിയാവിന്റെ പ്രവചന നിമിത്തം, തന്റെ ദർശന നിമിത്തം ഇസ്രായേൽ ജനം കഷ്ടത്തിലായി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ താനും തന്റെ കുടുംബവും ബാലിനെയും അശേരയെ സേവിക്കുന്നതുകൊണ്ട് ഇസ്രായേൽ കഷ്ടത്തിലായി എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. ഏലിയാവിന്റെ പ്രസംഗവും പ്രവചനവും കേട്ടതുകൊണ്ട് തങ്ങൾ കഷ്ടത്തിലായിന്ന. ഇതുപോലെ പലരും നമ്മളോടും പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസംഗമൊക്കെ ഒന്ന് നിർത്താവോ, എന്നിട്ട് ഇച്ചിരി മഞ്ഞും മഴയും പെയ്യുന്ന ഇച്ചിരി പുല്ലൊക്കെയുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാനാ പറയുന്നത്. ഇങ്ങനെ കർക്കശമായിട്ട് ഇങ്ങനെ കഠിനമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾവിക്കാരുണ്ടോന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. അപ്പം ഞാനൊരിക്കൽ പറഞ്ഞ ഒരാളുടെ സ്ത്രീകളെ ഞങ്ങളുടെ കേൾവിക്കാരി കൂടുതലെന്ന് പറഞ്ഞപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കുക, വാസ്തവം തന്നെയാണോന്നാണ് ചോദിക്കുന്നത്. അതെ സ്ത്രീകൾ തന്നെയാന്ന് പറഞ്ഞാൽ അവർക്കത് വിസ്മയമായിപ്പോയി കേട്ടപ്പോൾ. എന്താ ഈ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകളൊക്കെ അങ്ങനെ വന്നിരുന്ന് കേട്ടിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ചില വാക്യങ്ങളുണ്ടല്ലോ, സ്ത്രീകൾ ബലഹീന കഥാപാത്രമാണ്, സാധുക്കളാണെന്നൊക്കെ. അതുകൊണ്ടായിരിക്കാം ആ പറയപ്പെട്ട വ്യക്തികൾ അങ്ങനെ ചോദിച്ചത്. ഇങ്ങനെയുള്ള കഠിനമായ കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവർ വന്ന് കുത്തിയിരുന്ന് തരുമെന്ന്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളുടെ ഇടയിലെല്ലാം മൊഴിമുത്തുകളുണ്ട്, വെളിപ്പാടുകൾ വരുന്നുണ്ട്. അതിനെയൊക്കെ ഡീകോഡ് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ നിങ്ങളുടെ നിക്ഷേപത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ ഉയർന്ന ചിന്താഗതിക്കാരായിട്ട്, എന്നിട്ട് നിങ്ങൾ ഉയർന്ന തരത്തിൽ ചിന്തിക്കാൻ പ്രാപ്തരായിട്ട് മാറണം. ലോ റേഞ്ചിലല്ല, ഹൈ റേഞ്ചിൽ ചിന്തിക്കണം. കാര്യങ്ങളെ വിലയിരുത്തണം, പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, അടൂക്കാരൻ പ്രവാചകന്റെ മുമ്പിൽ തൻ്റെ വിശ്വാസികളെല്ലാം ആഫ്രിക്കക്കാരൻ പറയുന്ന കേട്ടെ എല്ലാം ഊരിപ്പറിച്ചു കൊണ്ടിട്ടു. അതേസമയം ഞാൻ പറയായിരുന്നു, എൻ്റെ മുമ്പിൽ ഇവിടെ സഹോദരി സഹോദരന്മാരിരിപ്പുണ്ട്, ഇവരുടെ ആരുടെയെങ്കിലും അടുക്കൽ ആഫ്രിക്കക്കാരൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടസൂചി പോലും കിട്ടില്ല ആഫ്രിക്കക്കാരന്. അതെന്താ? നമ്മൾ കഠിനമായ പാതകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. സാധാരണ പെന്തക്കോസ്റ്റ് ലോകത്ത് പെന്തക്കോസ്റ്റ് പാസ്റ്റേഴ്സും അവരുടെ വിശ്വാസികളും സഞ്ചരിച്ചു പോകുന്ന സുഗമമായ പാതകളുണ്ട്. നമ്മൾ അങ്ങനത്തെ പാതകളൊക്കെ വിട്ടിട്ട് ചിലർ ട്രെക്കിങ്ങിന് പോകുന്ന പാതകളില്ലേ, അതുപോലെ ചില ഓഫ് റോഡുകളില്ലേ, നമ്മൾ ചില ഓഫ് റോഡ് റൈഡിംഗ് ഒക്കെയാണ് ചില സമയത്ത് നടത്തുന്നത്. ഇപ്പോഴും അതുപോലെ ഒരു ഓഫ് റോഡിങ്ങാണ് പോയിട്ട് വന്നത്. നമ്മൾ പോയ ഓഫ് റോഡ് എവിടെയാ? അങ്ങ് ഗിലയാദിലെ കിഴക്കാൻ തൂക്കായ മലഞ്ചെരുവിന് സൈഡിലൂടെയൊക്കെയാണ് പോയിട്ട് വന്നത്. അങ്ങനെ അതിലെയൊക്കെ പോയി വന്ന് ആഹാബിനെ വറപ്പിച്ചിട്ട് വരുന്നൊരു വരവാണ്. വീഡിയോ ഒന്നും എടുത്തില്ലെന്നേ, ഒരു വീഡിയോ എടുത്തില്ല, പ്രസിദ്ധം ചെയ്യാനും പോയില്ല, 4 ആളെ അറിയിക്കാനും പോയില്ല. എന്തൊരു റൈഡായിരുന്നു അത്. ഗിലയാദിലെ ഓഫ് റോഡ് റൈഡിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ സാഹസികതയ്ക്ക് മുതിരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഇങ്ങനത്തെ സാഹസികതയിലേക്ക് വരണമെന്ന് പറയാൻ പറ്റുമോ? ഇത് വല്ലാത്തൊരു സാഹസികതയാണ്. ചില സമയങ്ങളിൽ നമ്മൾ നടത്തുന്ന ചില റൈഡുകളൊക്കെ വല്ലാത്ത സാഹസികമായ റൈഡുകളാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ റൈഡിന് പോകുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൻപുറത്തെ ഇടവഴികളിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, അതേസമയം ഹിമാചലിന്റെ മലമടക്കുകളിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. ഹിമാലയൻ ഡ്രൈവിംഗ് എന്ന് പറയും അതിന്, ഹിമാലയൻ ഡ്രൈവിങ്. നാട്ടിലെ നിരന്ന വഴിയിലൂടെ വണ്ടി ഓടിക്കുന്നവന് ഹിമാചലിലെ മലമടക്കിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? എപ്പോ ട്രൗസറിൽ മൂത്രം ഒഴിച്ചെന്ന് ചോദിച്ചാൽ മതി. അതുപോലത്തെ വഴികളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹിമാചലിലെ സഞ്ചാരങ്ങളിലാണ് ഏറ്റവും വറച്ചു പോയിട്ടുള്ളത്. എൻ്റെ കർത്താവേ, എന്തൊരു റോഡുകൾ! ഇപ്പൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ നല്ല വീതിയുള്ള ഹൈവേകളാണ്. എന്ന് വെച്ചാലും മറ്റ് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ആ റോഡുകളൊക്കെ
താഴേക്ക് നോക്കി ഒന്നും കാണാനില്ല. അതുപോലത്തെ വലിയ കൊക്കയാണ് അതൊക്കെ. അവിടെയൊക്കെയാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അവരുടെ മുഖത്ത് യാതൊരു ഭയമില്ല സഹോദരങ്ങളെ. ആ ഡ്രൈവർമാരുടെ മുഖത്തോ ആ വണ്ടിയിലിരിക്കുന്ന ആളുകളുടെ മുഖത്തോ ഒന്നും ഒരു ഭയമില്ല. ആദ്യമായിട്ട് പോകുന്ന നമ്മൾ ഭയപ്പെടും. കാരണം അവർക്ക് നിരന്തരമായ അഭ്യാസമാണിത്, പ്രാക്ടീസാണിത്. അതുപോലെ തന്നെയാണ് സാധാരണ പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ 23-ാം സങ്കീർത്തനം തുറന്നു വെച്ചിട്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ വരും, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഗിലെയാദിൻ്റെ മലഞ്ചെരവിലൂടെ ഓഫ് റൈഡിന് പോകുന്നത്. അങ്ങനെ നിങ്ങളെല്ലാം ഓഫ് റൈഡിലൂടെയൊക്കെ വന്ന് കരുത്തുറ്റവരായി, കാരിരുമ്പിൻ്റെ കരുത്തുറ്റവരായിട്ട് മാറണമെന്നുള്ളതാണ് ദൈവദാസന്മാരായ ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നിങ്ങളെ ആ നിലയിൽ അഭ്യസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരുവൻ ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മുടെ നടുവിൽ വന്നു നിന്ന് സംസാരിക്കുമ്പോൾ ആ സെക്കൻഡിൽ തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷയാണോ അതോ ഇത് കലർപ്പുള്ള ശുശ്രൂഷ. അത് തിരിച്ചറിയാനുള്ള പ്രാപ്തിയിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ വരണം. പൗലോസിന്റെ പ്രാർത്ഥന നോക്കുക. ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ ഈ ജനം ഭേദാഭേദങ്ങളെ തിരിച്ചറിയണമെന്നുള്ളതാണ് തൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് ദൈവദാസന്മാരായ ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ അടിക്കുന്നുണ്ട്. സത്താൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓവർകമേഴ്സായിട്ട് മാറേണ്ടതുണ്ട്, ജയാളികളായിട്ട് മാറേണ്ടതുണ്ട്. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിന്റെ നഗരമായ പുതിയ യെരൂശലേമിൽ ആ മഹത്വ സിംഹാസനത്തിൽ പ്രിയനോടുകൂടെ പ്രിയയും ചേർന്ന് ഇരിക്കേണ്ടതിന് ഈ പറയപ്പെട്ട നിലയിലുള്ള പരിശോധനകളും പരീക്ഷകളെ എല്ലാം അതിജീവിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കടന്നു വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഈ കൂടിവരവുകൾ നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.